താങ്ക് യു ഡോക്ടർ രജനി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഒരു ദിവസം പോലും മുടങ്ങാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 1941 ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്കൊരു ക്ലാസ് ആണ്. ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ ജോളി ജനാർദ്ദനാണ്. ഡോക്ടറുടെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെ കുറിച്ച് ഡോക്ടർ ഒരു പരമ്പരയായി തന്നെ നമുക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ അതിൻ്റെ രണ്ടാം ഭാഗമായിരുന്നു. അപ്പോൾ അതിലിനി അതിൻ്റെ ബാക്കിയുള്ള ഭാഗമാണ് ഇന്ന്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൽ ഇന്ന് ഗോയിറ്ററിനെ കുറിച്ചാണ് ഡോക്ടർ ക്ലാസ് എടുക്കുന്നത്. നമുക്കറിയാം ജോളി ഡോക്ടർ വളരെ നല്ല രീതിയിൽ തൈറോയ്ഡ് രോഗങ്ങളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽസ് ആയിട്ട് വളരെ നല്ല രീതിയിൽ ക്ലാസ്സുകൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മൂന്നാം ഭാഗമാണ് ഇന്ന് ഡോക്ടറുടെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ജോളി ഡോക്ടർ എത്തിയിട്ടില്ല? ഉണ്ടല്ലോ, ഉണ്ട്. ഡോക്ടർ ഉണ്ട്. അപ്പൊ ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഡോക്ടറെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. നന്ദി ഡോക്ടറെ. നമുക്ക് ക്ലാസ് തുടങ്ങാം. നമസ്കാരം ഡോക്ടറെ, തുടങ്ങാം. മറ്റുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടർമാർക്കും നമസ്കാരം. ഇന്നലെ പകുതി വെച്ച് നിർത്തേണ്ടി വന്ന ഇതെന്താണ്, അഡ്മിറ്റ് ചെയ്യണം. നമ്മുടെ ക്ലാസ് തുടർന്നുകൊണ്ടേയിരിക്കാം. സന്തോഷം. ഇന്ന് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ആണ് നമ്മൾ ഏറ്റവും ഗൗരവമായിട്ട് നമ്മൾ ഇവിടെ പഠിച്ചത്. അപ്പൊ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിൽ മൊത്തമായും നമ്മൾ പഠിച്ചു. പിന്നെ തൈറോയിഡിൽ എന്താണ് അതിന്റെ പ്രശ്നങ്ങളൊന്നും പഠിച്ചു. അപ്പൊ ഏറ്റവും മേജറായ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി ഉള്ളത് സിമ്പിളായ കുറച്ച് കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇന്ന് വളരെ റിലാക്സ്ഡ് ആണ് നമ്മൾ, അല്ലേ? കാരണം ഓട്ടോ ഇമ്മ്യൂൺ നമുക്കിപ്പോ നന്നായിട്ട് മനസ്സിലായി. നമ്മുടെ ലാസ്റ്റ് ഒരു 15 മിനിറ്റ് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് നമുക്ക് അലൗ ചെയ്ത് കൊടുക്കണം. കാരണം ഇനി എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ വരുമല്ലോ. അപ്പോ ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് സംശയം ചോദിക്കുന്നത് ഗോയിറ്ററിനെ കുറിച്ചാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഗോയിറ്ററിന്റെ മെക്കാനിസം എന്താണെന്ന് അറിയാതെ ഗോയിറ്റർ പോലും ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. തൈറോയിഡിന്റെ ഏറ്റവും ഗൗരവമായതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസും പിന്നെ ഗ്രേവ്സ് ഡിസീസും ആണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിലെല്ലാം ഓട്ടോ ഇമ്മ്യൂൺ ആന്റിബോഡി ആണെങ്കിലും വർക്ക് ചെയ്യുമെന്ന് പഠിച്ചു. പക്ഷേ സാധാരണ രോഗങ്ങളെ കുറിച്ചും പഠിക്കണമല്ലോ. ഓട്ടോ ഇമ്മ്യൂൺ മാത്രമല്ലല്ലോ തൈറോയ്ഡ്, അത് ഒരു പാർട്ട് മാത്രമാണ്. അപ്പൊ ഗോയിറ്റർ, അല്ലേ? ഗോയിറ്റർ എന്ന് പറയുമ്പോൾ എൻലാർജ്മെന്റ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്. ആ തൈറോയ്ഡ് ഗ്ലാൻഡിൽ തന്നെ പലതരം എൻലാർജ്മെന്റ് ഉണ്ട്. നമ്മൾ ഇന്ന് നോർമൽ ഗോയിറ്റർ ആണ് പഠിക്കണം. സാധാരണമായി ഗോയിറ്റർ ഏറ്റവും കൂടുതൽ ഇപ്പൊ അത്രയധികം ഇല്ല, തൊണ്ടമുഴ എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെ? എൻലാർജ്മെന്റ്. അതിൽ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഈ ഗോയിറ്റർ യൂതൈറോയ്ഡ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഉണ്ട്. യൂതൈറോയ്ഡ്, അതായത് അവിടെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതായത് യൂതൈറോയ്ഡ് എന്ന് പറയുമ്പോൾ നോർമലായിട്ട് രോഗിക്ക് മുടി കൊഴിച്ചിൽ, ഒരു പേഷ്യന്റിന് മുടി കൊഴിച്ചിൽ, ക്ഷീണം, ഇതെല്ലാം ഉണ്ടാവുമ്പോൾ സാധാരണ ഡോക്ടർമാർ എന്താ ചെയ്യണത്? തൈറോയിഡിന് മുടി കൊഴിച്ചിലും ക്ഷീണമൊക്കെ ഉണ്ടാവും, എന്നാൽ തൈറോയ്ഡ് ചെക്ക് ചെയ്യാം. T3, T4, TSH ചെക്ക് ചെയ്യും. നോക്കുമ്പോ എന്താണ്? 3 നോർമലാണ്. എനിക്ക് ഒരു കുഴപ്പമില്ല. ഇതൊക്കെ മതി, തൈറോയിഡേ ഇല്ല. പക്ഷേ അതിന്റെ പുറകിൽ അതിനേലും പ്രശ്നങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന്, അതാണ് യൂതൈറോയ്ഡ് എന്ന് പറഞ്ഞാൽ.
T3, T4, TSH നോർമൽ ആയിരിക്കും. പക്ഷേ ചെറിയ തോതിൽ ഈ തൈറോയ്ഡ് ഗ്ലാൻഡിന് അയോഡിന്റെ കുറവ് വരും. അയോഡിൻ വലിച്ചെടുക്കുക എന്നുള്ളതാണ് തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ പരമമായ ലക്ഷ്യം. അപ്പോൾ അവർക്ക് മാത്രമേ അയോഡിൻ വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. തൈറോയിഡിന് മാത്രമേ T3 എന്ന് പറഞ്ഞ ടെട്രാ ട്രൈഅയഡോ തൈറോണിൻ അല്ലെ T3യും T4ഉം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചെറിയ തോതിൽ അയോഡിൻ കുറയും. അയോഡിൻ കുറയുന്ന കാരണങ്ങൾ എന്താണ്? സിമ്പിൾ ആണ്. അയോഡിൻ ഭക്ഷണത്തിൽ കിട്ടുന്നില്ല. അയോഡിൻ ഭക്ഷണത്തിൽ ആവശ്യത്തിന് കിട്ടുന്നില്ല. കാരണം എന്താണ്? ഇവര് ഒന്നെങ്കിൽ മലകളിലൊക്കെ താമസിക്കുന്നതായിരിക്കും. അയോഡിൻ മണ്ണിൽ പെയ്തിറങ്ങിയാലും കംപ്ലീറ്റ് നദിയിലോട്ട് ഒലിച്ചു പോകും. അതാണ് ഹില്ലി ഏരിയാസിൽ നമ്മൾ അയോഡിൻ ചേർത്ത ഉപ്പ് കൊടുക്കേണ്ടി വരുന്നത്. പക്ഷേ അയോഡിൻ ചേർത്ത ഉപ്പ് ഹൈലി ഡേഞ്ചർ ആണെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടും പിന്നെയും അയോഡിൻ ചേർന്ന ഉപ്പ് മാത്രമാണ് നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നാച്ചുറൽ സോൾട്ട് മതി. അയോഡിൻ്റെതായ സോഴ്സസ് ഉപയോഗിക്കണം. പക്ഷേ ഇന്ന് മലപ്രദേശങ്ങളിലെല്ലാം അവർക്ക് കിട്ടില്ല, അതുകൊണ്ട് കൊടുക്കാം. ഈ തീരപ്രദേശങ്ങളിലും ഇതിനെ സപ്ലൈ ചെയ്യുമ്പോൾ വളരെയധികം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. അത് ഒന്നാമത്തെ കാരണം. അപ്പൊ അയോഡിൻ കുറയുമ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡ് എന്താണ് വിചാരിക്കുന്നത്? ഇതിന്റെ അബ്സോർപ്റ്റീവ് ഏരിയ, അതായത് ഇതിനെ വലിച്ചെടുക്കാനുള്ള ഏരിയ തൈറോയ്ഡ് ഗ്ലാൻഡിന് കുറവായത് കൊണ്ടാണ് ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് ഇങ്ങനെ വലുതായി വരുന്നത് എന്നാണ് ആക്ച്വലി അയോഡിൻ കിട്ടാത്തത് കൊണ്ടാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് വലുതാവുന്നത്. അതുകൊണ്ട് എന്താണ്? ഹൈപ്പർട്രോഫി അല്ലേ? ഇവർ ചെറിയ തോതിൽ വലുതായും ആരും അത് ശ്രദ്ധിക്കില്ല. കാരണം T3, T4, TSH നോർമലാണ്. വലുതായിട്ട് എന്താണ് കുഴപ്പം? ട്രക്കിയുടെ മുകളിലല്ലേ വലുതാവുന്നത്. ഡിഫ്യൂസ് പരന്ന് ആണ് വലുതാവുന്നത്. ആ കുറച്ച് കഴിയുമ്പോൾ ഒരു 10 കൊല്ലമൊക്കെ ഇങ്ങനെ കൊണ്ടുവരും. ഇന്ന് 12 കൊല്ലമായ ഒരു പേഷ്യന്റ് ആണ് വന്നത്. വരുമ്പോൾ എന്താണ്? തൈറോയ്ഡ് ഗ്ലാൻഡ് വലുതായിട്ട് റീട്രോസ്റ്റേണൽ എക്സ്റ്റൻഷൻ എന്ന് പറയും. അതായത് സ്റ്റേണത്തിന്റെ പുറകിലോട്ട് തള്ളി ഇറങ്ങിയിട്ട് മീഡിയാസ്റ്റൈനം വരെ അത് പോവാണ്. മീഡിയാസ്റ്റൈനത്തിലോട്ട് ഇറങ്ങണേണ്. എന്നിട്ടും ഡോക്ടേഴ്സ് പറയും നത്തിങ് ടു വറി. കാരണം T3, T4, TSH നോർമലാണ്. അവിടെയാണ് റോങ് ഇന്റർപ്രിട്ടേഷൻ. അതായത് T3, T4, TSH നോർമൽ ആയതുകൊണ്ട് എന്താണ് അവിടെ ഇത് പ്രശ്നം അതിനേലും ബാക്കിൽ തുടങ്ങിക്കഴിഞ്ഞു. കാരണം ചെറിയ തോതിൽ തൈറോയ്ഡ് ഹോർമോണെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇവര് അബ്സോർപ്ഷൻ ഏരിയ കൂട്ടുകയാണ്. അങ്ങനെ കൂട്ടുമ്പോൾ ഹൈപ്പർട്രോഫിയാണ്, പാത്തോളജിയാണ്. പക്ഷെ അതിനേലും വലിയ കുഴപ്പം ഈ സ്കാൻ കുറെ കഴിഞ്ഞിട്ട് ത്രോട്ടിന് തൊണ്ടക്ക് തടസ്സം വരുമ്പോഴാണ് മിക്ക ഡോക്ടേഴ്സും കൊണ്ടുപോയിട്ട് തൈറോയ്ഡ് സ്കാൻ ചെയ്യുന്നത്. അപ്പൊ എന്തോ നോഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രക്ഷൻ നടന്നു കഴിഞ്ഞു എന്നർത്ഥം. നോഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ കാൽസിഫിക്കേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ. ആ ഗ്ലാൻഡിന്റെ ആ ഭാഗം നശിച്ചു പോയി. അപ്പൊ നോഡ്യൂൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും? അവൻ എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റൂല. നോഡ്യൂള് ഡിസ്ട്രക്ഷൻ ഏരിയ ഡിസ്ട്രക്റ്റഡ് ആയി പോയി. കാരണം 10 കൊല്ലം മുമ്പ് അയഡിൻ കൊടുത്തിരുന്നെങ്കിൽ ആ ഏരിയ രക്ഷപ്പെടും. 10 വർഷം കഴിഞ്ഞു പോയി. അത് മാത്രമല്ല റീട്രോസ്റ്റേണൽ എക്സ്റ്റൻഷൻ ഈ കാലത്തും ഇത് കണ്ടുപിടിക്കുന്നില്ല. എന്റെ പേഷ്യന്റിന് വന്നിട്ടുള്ള പേഷ്യന്റിനും അത് റീട്രോസ്റ്റേണൽ എക്സ്റ്റൻഷൻ ആണ്. അപ്പൊ ഡോക്ടർ പറയുന്നത് എന്താണ്? ഒരു കുഴപ്പമില്ല. എന്താണ്? T3, T4, TSH നോർമലാണ്. കുറെ കഴിയുമ്പോഴാണ് ഈ ഒട്ടും തന്നെ അയോഡിൻ കിട്ടാതെ വരുമ്പോഴാണ് ഇത് ഹൈപ്പോതൈറോയിഡിസത്തിലോട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ കേസ് ഗോയിറ്റർ വിത്ത് ഹൈപ്പോതൈറോയിഡിസം ആണ്. അപ്പൊ ഹൈപ്പോതൈറോയിഡിസത്തിലോട്ട് എങ്ങനെ പോകും? കുറേശ്ശെ അയോഡിൻ കിട്ടാണ്ടാവുമ്പോൾ ഇത് വലുതായി ഹൈപ്പർട്രോഫി ആയി നോഡ്യൂളാവും. കുറെ കഴിഞ്ഞ് ഒട്ടും അയോഡിൻ കിട്ടാണ്ടാവുമ്പോൾ പിന്നെ T3, T4 പ്രൊഡക്ഷൻ ഒട്ടുമില്ല. അപ്പോഴാണ് സാധാരണ ഹൈപ്പോതൈറോയിഡിസം തന്നെ വരുന്നത്. സാധാരണ അയോഡിന്റെ ഡെഫിഷ്യൻസിയാണ് അവിടെ ഒന്നാമത്തെ കാരണം. അപ്പോ നമുക്കൊരു കാര്യം മനസ്സിലായി അല്ലെ? ഗോയിറ്റർ എന്ന് പറയുമ്പോൾ അയോഡിൻ കിട്ടാത്ത അവസ്ഥ വന്നു. അപ്പൊ നമ്മൾ അതിന് എന്ത് ചെയ്യണം? ഫുഡ് സപ്ലൈ അല്ലെ? അയോഡിൻ എന്തൊക്കെയുണ്ട്? കടൽ മത്സ്യങ്ങൾ കൂടുതൽ കഴിക്കാം, പാല് കഴിക്കാം, പയറുവർഗ്ഗങ്ങൾ കഴിക്കാം അല്ലെ? നമ്മൾക്ക് ഒരു ഫുഡ് ചാർട്ട് തന്നെ ഉണ്ട്. ഇനിയും വരുന്നത് കാര്യം സിമ്പിൾ ആണ്. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? അയോഡിൻ എവിടെ നിന്നെല്ലാം കിട്ടും അല്ലെ? അത് ഞാൻ
നെക്സ്റ്റ് ക്ലാസ്സിൽ ചാർട്ട് ചെയ്യാം. ഇതെല്ലാം ഇപ്പൊ പറഞ്ഞു തരികയാണ്. ചാർട്ട് ചെയ്യുമ്പോ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ ഇംഗ്ലീഷ് ക്ലാസ്സിലും നല്ല ചാർട്ടാണ് ചെയ്തത്. പക്ഷെ എനിക്കിപ്പോ ആ ചാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് പറഞ്ഞു തരണം നിങ്ങൾക്ക്. അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഗോയിറ്റർ തടയുന്നതിന് എന്ത് ചെയ്യണം? ഭക്ഷണം നമ്മൾ പാലെല്ലാം കഴിച്ചു, പക്ഷേ നമ്മളൊരു കാര്യം മറന്നുപോയി. ഗോയിട്രോജൻസ് എന്ന് പറയൂലേ, നമ്മൾ പറയൂലേ, അത് ഗോയിറ്റർ ഉണ്ടാക്കും. എന്ത്? കപ്പ അല്ലെ? കപ്പ കഴിക്കരുത്, കാബേജ് കഴിക്കരുത്, കോളിഫ്ലവർ കഴിക്കരുത്, ബ്രക്കോളി കഴിക്കരുത്. എന്താണ് ആ കഴിക്കരുത് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? ഒരു ഗോയിറ്റർ തടയാൻ ഇവരെ ഒന്നും കഴിക്കരുത് എന്ന് പറയുന്നത് ഇവരുടെ ഉള്ളിലെല്ലാം തന്നെ വിഷങ്ങളുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ഫോളിക്കുലാർ സെൽസിന്റെ ഔട്ടർ കവറിങ്ങിൽ സോഡിയം അയഡിൻ സിംബോർട്ട് കാരിയർ ഇരിപ്പുണ്ട്. അയോഡിൻ അകത്തോട്ട് കയറണമെങ്കിൽ സോഡിയം വിചാരിക്കണം. സോഡിയത്തിന്റെ ഔട്ടർ സെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 ഇലക്ട്രോൺ. അപ്പോ ചെല്ലുന്ന അയോഡിന്റെ ഔട്ടറിൽ 7 ഇലക്ട്രോൺ. അവർക്ക് 8 ആയാൽ സ്റ്റേബിൾ ആവും. ഇയാൾക്ക് ഒരെണ്ണം കളഞ്ഞാൽ സ്റ്റേബിൾ ആവും. അപ്പോ സോഡിയം 1 ഇലക്ട്രോണിനെ അയോഡിന് കൊടുക്കും. അപ്പൊ അയോഡിൻ സ്റ്റേബിളായി, വളരെ സന്തോഷമായി. അപ്പൊ സോഡിയത്തിന് 1 ഇലക്ട്രോൺ പോയി, സ്റ്റേബിളായി. രണ്ടുപേരും കൂടി ചേർന്ന് അപ്പോഴാണ് സിംബോർട്ട് കാരിയർ വഴി അകത്തോട്ട് ഇവർക്ക് കയറ്റി വിടാൻ പറ്റുള്ളൂ. ഈ ഗോയിറ്റർ ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഈ സിംബോർട്ട് കാരിയറിൽ അയോഡിനെ സോഡിയം കയറ്റുന്നതാണ് തടയുന്നത്. അതാണ് അതിന്റെ പാത്തോളജി. ആര് ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റണം. ഒരു രോഗി തന്നെ ചോദിക്കണേ, ഡോക്ടറെ ഇതൊക്കെ കഴിക്കുമ്പോ എന്താണ് കഴിക്കരുതെന്ന് പറയുന്നത്? അപ്പൊ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഇത് സിംബോർട്ട് കാരിയർ ആണ്. അതിൽ സോഡിയവും അയോഡിനും ഒരുമിച്ച് നിന്നിട്ട് സോഡിയമാണ് അയോഡിനൊക്കെ. ആ പ്രോസസ്സാണ് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ തടയുന്നത്. അതറിയാണ്ട് നമ്മളൊരു ഗോയിറ്ററിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യും? അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സിമ്പിളാണ് അല്ലേ? അപ്പൊ ഇവരെന്തൊക്കെയാണ് തടയുന്നത്? കടുകെണ്ണയിൽ എന്താണുള്ളത്? തയോ യൂറിയ. ആ തയോ യൂറിയ അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ എത്ര അയോഡിൻ നമ്മൾ ഭക്ഷണത്തിൽ കഴിച്ചാലും ബ്ലഡിൽ വെച്ചിട്ട് ഇവർ തടയും. തയോ യൂറിയ ഈ സിംബോർട്ട് കാരിയറിൽ നിന്ന് അയോഡിനെ കയറ്റാൻ സമ്മതിക്കൂല. ആ ഭക്ഷണ സാധനങ്ങളാണ് നമ്മൾ ഗോയിട്രോജൻസ് എന്ന് പറയുന്നത്. ഗോയിറ്റർ ഉണ്ടാക്കുന്ന അല്ലെ? അപ്പൊ എന്താണ്? കടുകെണ്ണയിൽ തയോ യൂറിയ. കപ്പയിൽ എന്താണ്? കപ്പയിൽ കട്ട് അല്ലെ? നമുക്ക് അമിതമായി കപ്പ കഴിക്കും. അത് മലകളിലെല്ലാ ആൾക്കാരും അതിൽ നല്ല കട്ടുള്ള കപ്പ ഉണ്ടാവും. ആ കട്ടിന്റെ പേരാണ് തയോ സയനേറ്റ്. ആ തയോ സയനേറ്റ് ആണ് ഈ ഗോയിറ്റർ ഉണ്ടാക്കുന്നത്. എത്ര അയോഡിൻ കഴിച്ചാലും എത്ര ഫുഡ് കഴിച്ചാലും ഇവർ സമ്മതിക്കൂല. ആ സിംബോർട്ട് കാരിയറിൽ വെച്ച് അയോഡിൻ അവർ തടഞ്ഞു പിടിക്കണം, കയറ്റില്ല. പിന്നെ എന്തൊക്കെയാണ്? പിന്നെ നമ്മൾ ബ്രക്കോളി അല്ലെ, മുള്ളങ്കി, പാലക്ക് ചീര, ഇവർക്ക് എല്ലാം തന്നെ ഈ തയോ സൈനേറ്റും തയോ യുറാസിലും തയോ യൂറിയൊക്കെയാണ്. അപ്പൊ ഇതാണ് ഗോയിട്രോജൻ എന്ന് പറഞ്ഞ ഭക്ഷണ സാധനങ്ങൾ. എന്തുകൊണ്ടാണ് ഗോയിറ്റർ ഉണ്ടാക്കണേന്ന്? അപ്പോഴും ഭക്ഷണ സാധനങ്ങൾ എത്ര നല്ല അയോഡിൻ ഉണ്ടെങ്കിലും കയറ്റി വിടുന്നില്ല. അപ്പോഴും തൈറോയിഡിന് എന്ത് ചെയ്യാൻ പറ്റും? അയോഡിൻ കിട്ടുന്നില്ല. അപ്പൊ ഹൈപ്പർട്രോഫി, മുഴ വന്ന് വളരെയധികം വീർത്ത് ത്രോട്ടിന്റെ ചുറ്റും ലാരിങ്സിന് എപ്പോഴും ആദ്യത്തെ തുടക്കം ഹോഴ്സ്നെസ് ആണ്. ശബ്ദം പോവും. അപ്പോഴാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് ഒരു 10 കൊല്ലം മുമ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ വെരി സ്ലോലി ആണ്. വളരെ സാവധാനമാണ് ഈ ഹൈപ്പർട്രോഫി. ആരും അറിയൂല. പതുങ്ങി അവസാനം ഇതിന്റെ വിശ്വരൂപം പുറത്തു വരുമ്പോഴാണ് സ്കാൻ ചെയ്യാൻ പോകുന്നത്. പക്ഷെ അതിനേൽ എത്രയോ മുമ്പ് നോക്കാം. കാരണം ഫാമിലി ഹിസ്റ്ററിയാണ് അവിടെ ഏറ്റവും വലിയ കാര്യം. ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, അത് അമ്മുമ്മ മുതലായവർക്ക് ഉണ്ടെങ്കിൽ, എന്ത് ചെറിയ പ്രശ്നം വന്നാലും തൈറോയ്ഡ് സ്കാൻ ചെയ്യണം. തൈറോയ്ഡ് ആന്റിബോഡി നോക്കണം. തൈറോയ്ഡ് സ്കാൻ ചെയ്യണം. കാരണം എത്ര ചെറിയ കുട്ടികളാണ് നമ്മൾ വിചാരിക്കും. ഒരു ചെറിയ കുട്ടി തലയിൽ കംപ്ലീറ്റ് ഇങ്ങനെ ടീനിയ, അപ്പോ 2 വയസ്സേ ഉള്ളു, ഭയങ്കര മൗനമായിട്ടിരിക്കുന്നു, നാവൊക്കെ ഇങ്ങനെ പുറത്തോട്ടിടുന്നു, ആരോടും മിണ്ടുന്നില്ല.
ചെറിയ കുട്ടിയാകുമ്പോൾ എല്ലാവരും ഓർക്കും തൈറോയ്ഡ് ചിന്തിക്കുകയില്ല. പക്ഷെ തൈറോയ്ഡ് ചെക്ക് ചെയ്തപ്പോ സിവിയർ ഹൈപ്പോതൈറോയിഡിസം ചെറിയ കുട്ടിക്കാണ്. ആ ഹൈപ്പോതൈറോയിഡിസം എന്തുകൊണ്ടാണ് വന്നത്? അപ്പൊ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോ ഈ അമ്മയുടെ പ്രഗ്നൻസി ടൈമിൽ ഈ അമ്മയ്ക്ക് യാതൊരു വിധത്തിലുള്ള തൈറോയ്ഡ് ഹോർമോണിന്റെ കുറവ് ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. T3, T4, TSH നോർമൽ ആയിരുന്നു. പക്ഷേ അങ്ങനെ അതുകൊണ്ടാണ് ഈ കുട്ടിക്ക് ആദ്യം ഒന്നും ശ്രദ്ധിക്കാതിരുന്നത്. പക്ഷെ ഇത് ശ്രദ്ധിച്ചപ്പോൾ എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചപ്പോൾ ഈ കുട്ടിയുടെ അമ്മ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് കുഴപ്പമില്ല എന്ന് പറഞ്ഞെങ്കിൽ അവരുടെ അമ്മുമ്മയ്ക്കും അമ്മയ്ക്കും എല്ലാം ഗോയിറ്റർ ഉണ്ട്. അപ്പോ ഇവർക്ക് എന്തുകൊണ്ട് വന്നില്ല എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇവർക്ക് ആന്റിബോഡി ഉണ്ടായിട്ടുണ്ടാവും, ചെക്ക് ചെയ്തിട്ടുണ്ടാവില്ല. T3, T4, TSH മാത്രമല്ല മാനദണ്ഡം, പിന്നെയും പിന്നെയും പറയുന്നത് ഭാഗ്യം കൊണ്ടാണ് ഈ കുട്ടിക്ക് ഒരു തൈറോയിഡ് ക്രെറ്റിനിസം വരാതിരുന്നത്. തൈറോയ്ഡ് ക്രെറ്റിൻ കാരണം ഇൻട്രായൂട്രൈൻ ലൈഫിൽ തൈറോയ്ഡ് കുറഞ്ഞാൽ ബുദ്ധിമാന്യം മുതൽ അംഗവൈകല്യം വരെയുള്ള കുട്ടിയായിരിക്കും പുറത്തു വരുന്നത്. അത്രയും ഡേഞ്ചറാണ്. അപ്പൊ പ്രത്യേകിച്ച് തൈറോയ്ഡുള്ള പ്രഗ്നൻസി പേഷ്യൻസിന് ഇരട്ടി തൈറോണോം കൊടുക്കണം, ഇരട്ടി തൈറോണോം കൊടുക്കണം. കാരണം കുട്ടിക്കും കൂടി വലിച്ചെടുക്കണം. കുട്ടിയുടെ തൈറോയ്ഡ് ഉണ്ടാവണ വരെ 3 മാസം ആകുമ്പോൾ തൈറോയ്ഡ് ഉണ്ടാവും. അതുവരെ ഈ അമ്മയ്ക്ക് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഈ കുട്ടിക്ക് T3 തൈറോയ്ഡ് ഹോർമോൺ കിട്ടില്ല. അപ്പൊ ഗൈനക്കോളജിസ്റ്റ് എല്ലാം വളരെയധികം കെയർഫുൾ ആണ്. ഫാമിലി ഹിസ്റ്ററി ഉണ്ട്. ഈ പേഷ്യന്റ് ഹൈപ്പോതൈറോയിഡിക് പേഷ്യന്റ് ആണെങ്കിൽ ഇരട്ടി തൈറോണോം കൊടുത്തുകൊണ്ട് വേണം ആ കുട്ടീനെ രക്ഷിക്കാൻ. പിന്നെ നമ്മൾ പറയുന്ന ഏറ്റവും വലിയ കാര്യം, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ കുട്ടിയെ T3, T4, TSH, ആന്റി തൈറോപൈറോക്സിഡേസ്, ആന്റി തൈറോഗ്ലോബുലിൻ ആന്റിബോഡിയും ചെക്ക് ചെയ്യണം. കാരണം അതാണ് ചിലപ്പോ അമ്മക്ക് കുഴപ്പമുണ്ടാവില്ല, പക്ഷേ കുട്ടിക്ക് കുഴപ്പമുണ്ടാവും. അപ്പൊ ചൈൽഡ്ഹുഡിൽ വരുന്ന ഗോയിറ്ററിനെയും ഗോയിറ്റർ എന്ന് തന്നെ പറയാം, ഹൈപ്പോതൈറോയിഡിസം എന്ന് തന്നെ പറയണം. അവിടെ നിന്ന് തുടങ്ങി ശ്രദ്ധിക്കാതെ പോയാൽ ലൈഫ് ലോങ് ഈ തൈറോയ്ഡ് പ്രശ്നം ഉണ്ടാക്കും. കാരണം ഈ തൈറോയ്ഡ് എപ്പോഴൊക്കെയാണ് ഫ്ലെയർ അപ്പ് ചെയ്യുന്നത്? പ്യൂബർട്ടിയില് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ പ്യൂബർട്ടി. അതും പെൺകുട്ടികൾ. ആൺകുട്ടികൾക്ക് പുരുഷന്മാർക്ക് ഈ തൈറോയ്ഡ് അങ്ങനെ വരാറില്ല. എല്ലാം തന്നെ സ്ത്രീകൾക്ക് ഇങ്ങനെ സംവരണം ചെയ്തിരിക്കുകയാണ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. കാരണം ഇവര് ഈ സംവരണം വേണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണ കാരണം ഒരു മേജർക്ക് ഇവർക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ദൈവം തമ്പുരാൻ തന്നെയാണ് ഭഗവാൻ ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോ അതുകൊണ്ട് നമുക്കൊരു മെയിൽ എന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ പ്യൂബർട്ടി സ്റ്റേജിൽ തൈറോയ്ഡ് പതിയെ എൻലാർജ് ചെയ്യാൻ തുടങ്ങും. പക്ഷേ അൺനോട്ടീസ്ഡ്, ശ്രദ്ധിക്കൂല. കാരണം അത് ചെറിയതുണ്ട് പ്രശ്നം. വി ക്യാൻ ട്രീറ്റ് ഇറ്റ് വെരി വെരി എഫക്റ്റീവ് മാനർ. എങ്ങനെ? കാൽക്കേരിയ അയോഡൈഡ് അത്രയും നല്ല മരുന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഗോയിറ്റർ ഓഫ് പ്യൂബർട്ടി ഒന്നാമത്തത്. ബാക്കി നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കി എന്തും കൊടുക്കാം. പക്ഷെ കാൽക്കേരിയ അയോഡൈഡ് നമുക്ക് കണ്ണടച്ചു കൊടുക്കാൻ പറ്റിയ ഒരു മരുന്നുമാണ്. പ്യൂബർട്ടി സ്റ്റേജിൽ മെൻസസ് എന്തുണ്ടാവും? ഹൈപ്പോതൈറോയിഡിസത്തിൽ എന്താണ് ഉണ്ടാവുന്നത്? നിർത്താത്ത ബ്ലീഡിങ്. അവിടെയാണ് നമ്മൾ മിക്കവാറും കണ്ടുപിടിക്കുന്നത്. ശരിക്കും ഹൈപ്പർതൈറോയിഡിസം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ മെൻസസ് നിൽക്കൂല, ബ്ലീഡിങ് തുടങ്ങിക്കഴിഞ്ഞാൽ ബ്ലീഡിങ് തന്നെ. അപ്പോ തന്നെ വി ഷുഡ് നമ്മൾ ആലോചിക്കണം ഇതെന്തുകൊണ്ട് പ്യൂബർട്ടിയിൽ, അത് മെൻസസ് തുടങ്ങുമ്പോൾ മുതൽ തൈറോയ്ഡ് ചെക്ക് ചെയ്ത് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടെങ്കിൽ അല്ല ഹൈപ്പോ ആണെങ്കിൽ അതിനെ മരുന്ന് കൊടുക്കണം. അപ്പോഴേ ബ്ലീഡിങ് നിൽക്കുള്ളൂ. അല്ലാണ്ട് ബ്ലീഡിങ്ങിന്റെ മരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കില്ല. കാലങ്ങളോളം സഫർ ചെയ്ത പേഷ്യൻസ് ഉണ്ട്. നമ്മൾ സീതാലയം ഹോമിയോ ആശുപത്രിയിൽ വരുമ്പോൾ ബ്ലീഡിങ് നിൽക്കാണ്ടാണ് വരുന്നത്. പക്ഷെ എത്ര കാലമായി മരുന്നൊക്കെ കൊടുക്കും. അപ്പൊ തന്നെ നമ്മൾ ചെക്ക് ചെയ്യും. അപ്പൊ തൈറോയ്ഡ് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട്. കൽക്കേരിയ തൈറോയിഡിനാണ് ട്രീറ്റ് ചെയ്യണത്, അല്ലാണ്ട് ബ്ലീഡിങ്ങിനല്ല ട്രീറ്റ് ചെയ്യണത്. റൂട്ട് കോസ് എപ്പോഴും തൈറോയ്ഡ്. ഏത് സമയത്തും അടുത്ത ഇറങ്ങിയപ്പോൾ ലേഡീസിന്റെ സ്റ്റേജിൽ പ്രഗ്നൻസി ഇല്ലെങ്കിലും തൈറോയ്ഡ് ഇല്ലെങ്കിൽ പോലും തൈറോയ്ഡ് വരും. കാരണം പ്രഗ്നൻസിയിലാണ് അതാണ് ഏറ്റവും കൂടുതൽ ഗൈനക്കോളജിസ്റ്റും അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും നല്ല ഡോക്ടേഴ്സ് അവര് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ് ചെയ്യണവരാണെങ്കിലും അവര് എല്ലാ സ്റ്റേജും ഹോമിയോയിൽ പോകണമെന്ന് പറയുമ്പോഴും തൈറോയ്ഡ് ഏറ്റവും ശ്രദ്ധിച്ചിരിക്കണം. കാരണം നമ്മൾക്ക് അത് നോക്കി അതിന്റെ ശരിയായ അളവിൽ അവര് തൈറോയ്ഡ് എടുക്കുന്നുണ്ടോ, നമ്മളെ തൈറോയ്ഡ് കൊടുക്കാം അല്ലെങ്കിൽ തൈറോണോം കൊടുക്കാം, അങ്ങനെ ശ്രദ്ധിക്കണം.
കാരണം ഇതിലൊരു കേസ് എന്താന്ന് വെച്ചാല് ഒരു പേഷ്യന്റ് നമ്മൾക്ക് വളരെ അറിയാവുന്ന കുട്ടിയാണ് കേട്ടോ. അതാണ് ഞാൻ ഈ ഫാമിലി ഡോക്ടർമാര് വേണം എന്ന് പിന്നെയും പറയുന്നത്. ഹിസ്റ്ററികൾ മുഴുവൻ അറിയാവുന്ന ഒരു ഡോക്ടർക്ക് എന്ത് കാര്യം, അല്ലാണ്ട് പെട്ടെന്നൊരു രോഗി ഇങ്ങോട്ട് വന്ന് അത് കൊടുക്ക ഇത് കൊടുക്കാൻ നടക്കൂല. അപ്പൊ ഈ കുട്ടീനെ വളരെ ചെറുപ്പത്തിലെ എനിക്കറിയാം, കാൽക്കേജിയക്കാർമാണ്, ചെറിയ ഹൈപ്പോതൈറോയിഡിസം ഒക്കെ ഉണ്ട്. പക്ഷെ കുറെ കാലം കഴിഞ്ഞപ്പോ എന്നോട് അവരുടെ റിലേറ്റീവ് പറഞ്ഞു 4-5 പ്രാവശ്യം അബോർഷൻ ആയി പോകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താണ് കാര്യം? അപ്പൊ പറഞ്ഞ് 3rd മന്തിൽ ഈ അബോർഷൻ ആയി പോകും. കാരണം ഇൻട്രായുട്രൈൻ ഗ്രോത്ത് ഇല്ല കുട്ടിക്ക്, എന്ത് ചെയ്തിട്ടും ഗ്രോത്ത് വന്നില്ല. 3rd മന്ത് ആവുമ്പോ സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസമാണ് അമ്മയ്ക്ക്. കാരണം പുറത്ത് മനസ്സിലാവുന്നില്ല. T3 T40 SH നോർമലാണ്, അതുകൊണ്ട് തൈറോയ്ഡ് നോക്കുന്നില്ല. സബ് ക്ലിനിക്കൽ അറിയാണ്ട് അടിത്തട്ടിൽ കിടക്കാണ്. അപ്പൊ എല്ലാം നോക്കിയിട്ട് ഞാൻ പറഞ്ഞു നെക്സ്റ്റ് പ്രഗ്നൻസിയിൽ ഗ്രോത്ത് ഉണ്ടാക്കി തരാം, ബാക്കിയൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. തൈറോയിഡിനും 3X കാൽക്കേരിയ കാർബ് 0 ബാറും തൈറോയിഡിനും തന്നെയാണ് അവിടെ രക്ഷിച്ചത്. ഓരോ മാസവും അവരിങ്ങനെ നെഞ്ച് ഇടിച്ചിട്ടാണ് പോയിട്ട് സ്കാൻ ചെയ്യണേ. നോർമൽ ഗ്രോത്ത് ആണ്. അണ്ടിൽ ഡെലിവറി വരെ ആ കുഞ്ഞ് നോർമൽ ഗ്രോത്ത് ആയി. കാരണം അത്രയ്ക്ക് ശ്രദ്ധിക്കേണ്ട, അത്രയും പുറമെ കണ്ടില്ലെങ്കിലും അടിത്തട്ടിൽ സബ് ക്ലിനിക്കലായിട്ട് കിടക്കും. സബ് ക്ലിനിക്കൽ തൈറോയ്ഡ്. ഒരു പേഷ്യന്റ് മുടി കൊഴിഞ്ഞു, ആ മുടിയൊക്കെ എല്ലാവരെയും കൊഴിയണേ, അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. കാരണം ഓരോ നിഴലാട്ടം എന്ന് പറയും നമ്മള്, അതായത് ആ സിംറ്റംസ് കണ്ടുപിടിച്ചെടുക്കാനുള്ള കഴിവാണ് നമുക്ക് ഓരോ കേസ് നമ്മൾക്ക് കിട്ടുന്നത്. ആ തൈറോയ്ഡ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ രോഗിക്ക് വല്ല വിശ്വാസക്കുറവും ഉണ്ടാവില്ല. അപ്പൊ ഓരോ സ്റ്റേജും ശ്രദ്ധിക്കണം. മിഡിൽ ഏജ് കഴിയുമ്പോൾ എന്ത് പറ്റും? ഈ എൻലാർജ്മെന്റ് കംപ്ലീറ്റ് നോഡ്യൂൾസ് ആവും. ശ്രദ്ധിക്കാതെ മിഡിൽ ഏജ് കഴിയുമ്പോൾ ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞാൽ ആ നോഡ്യൂൾസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നോഡ്യൂൾസ് നമുക്ക് കാൽക്കേരിയ ഫ്ലോർ കൊടുക്കാന്നൊക്കെ പറഞ്ഞാലും സത്യമായിട്ടും നോഡ്യൂൾ അവിടെ ഇരിക്കും. പക്ഷെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് രക്ഷിക്കാം. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ടിറാഡ്സ് പറയും. 1, 2, 3 ഈ 3 സിസ്റ്റേഴ്സ് നമുക്ക് പേടിക്കാനില്ല. നമുക്ക് സിസ്റ്റർ സ്കാൻ ഒക്കെ കൊടുക്കാം അല്ലെ. മാലിഗ്നന്റ് ഡിസീസ് ഓഫ് നെക്ക് സിസ്റ്റേഴ്സ് വളരെ എഫക്റ്റീവാണ്. കോണിയം വളരെ എഫക്റ്റീവാണ്. കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ മതി, ഭയപ്പെടേണ്ട. പക്ഷേ ടിറാഡ് 4 and 5 അത് മാലിഗ്നൻസി ആണ് നിർബന്ധമായി. കാരണം 1 സിംഗിൾ ഹാർഡ് നോഡ്യൂൾ അത് കാണുമ്പോൾ തന്നെ നമ്മൾ പിന്നെ ആ കേസ് ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഏർലി ഡിറ്റക്ഷൻ ഓഫ് തൈറോയ്ഡ് ക്യാൻസർ അത് റിമൂവ് ചെയ്താൽ വേറെ സ്ഥലത്തോട്ട് 90% വ്യാപിക്കില്ല. 2 ക്യാൻസർ ആണ്, പാപ്പിലറി അഡിനോകാർസിനോമ ആൻഡ് പാപ്പിലറി അഡിനോകാർസിനോമ ഏറ്റവും ഫ്ലെയറപ്പി ആണ്. അപ്പൊ ഏറ്റവും വേഗം അതിന് അഡിനോ എന്ന് പറയുമ്പോൾ ഗ്ലാൻഡ് ആണ്, അഡിനോ ഗ്ലാൻഡ്. കാർസിനോമ എന്ന് പറയുമ്പോൾ ക്യാൻസർ ഓർ ദ മാലിഗ്നൻസി അഫക്റ്റിംഗ് ദ എപ്പിത്തീലിയൽ സെൽസ്, അതാണ് കാർസിനോമ. ആ കണക്റ്റീവ് ടിഷ്യൂലാവുമ്പോഴാണ് സാർക്കോമ. അതായത് ബ്ലഡ്, നമ്മൾ കണക്റ്റീവ് ടിഷ്യൂ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ബ്ലഡ് മുതൽ ഒഴുകുന്ന ബ്ലഡ് മുതൽ കടുങ്കട്ടിയായ ബോൺ വരെയും ഉള്ള ഏറ്റവും ഇന്നർ ലെയറുകളിൽ വരുന്ന ആ കണക്റ്റീവ് ടിഷ്യൂവിനെ ബാധിക്കുന്ന ക്യാൻസറുകളാണ് സാർക്കോമ. അപ്പൊ നമ്മള് അഡിനോ കാർസിനോമ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? എപ്പിത്തീലിയൽ സെൽസും അതിന്റെ കൂടെയുള്ള അഡിനോ ഗ്ലാൻഡ് കാർസിനോമ അല്ലെ. അപ്പൊ എപ്പോഴും ഒരു തൈറോയ്ഡ് സ്കാൻ എപ്പോഴും ശ്രദ്ധയോടെ ഇരിക്കണം. ടിറാഡ് 1, 2, 3 കുഴപ്പമില്ല, കാരണം അത് സിമ്പിൾ ഗോയിട്ടിരിക്കും. കുറെ കാലം ട്രീറ്റ് ചെയ്യാണ്ട് ഇങ്ങനെ മുഴച്ച് അത് കാൽസിഫിക്കേഷൻ വന്ന് പെർമനന്റ് ഡിസ്ട്രക്ഷൻ, എന്നാലും ബാക്കി ഗ്ലാൻഡ് ഉണ്ടാവും. പക്ഷെ മാലിഗ്നൻസികൾ സിംഗിൾ ആയിരിക്കും, ഒറ്റ ഹാർഡ്. അവരിനെ കോൾഡ് നോഡ്യൂൾസ് എന്നാണ് അവർ എഴുതുന്നത്. കോൾഡ് നോഡ്യൂൾസ് ടിറാഡ് 4 and 5. അപ്പൊ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒന്നെങ്കിൽ സർജറി ചെയ്യുക, ഏർലിസ്റ്റ് ഡിറ്റക്ഷനിൽ നമുക്ക് മെഡിസിനും കൊടുക്കാം, കാരണം സിസ്റ്റർ സ്കാൻ വെക്കാം. അതുകൊണ്ടാണ് അപ്പൊ എല്ലാ പേഷ്യന്റും വളരെയധികം ടെൻഷൻ പിടിക്കും, കാരണം നോഡ്യൂൾസ് ആണ്. ഡോക്ടേഴ്സും ടെൻഷൻ പിടിക്കും, അയ്യോ നോഡ്യൂൾ വന്നു. അപ്പൊ ഞാൻ എന്നോട് ചോദിക്കുന്ന കേസെല്ലാം ഞാൻ പറയും. അതായത് ഇത് കാലങ്ങളോളം 15 വർഷം നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ഹൈപ്പർട്രോഫി നോഡ്യൂൾ ആകും.
മൾട്ടിനോഡുലാർ ഗോയിറ്റർ അല്ലെ. ആദ്യത്തെ പേരെന്താണ്? ഡിഫ്യൂസ് ഗോയിറ്റർ. കുറെ കാലം ശ്രദ്ധിക്കാതെ കഴുത്തിലൊരു പ്രശ്നമല്ലേ എന്ന് പറഞ്ഞു, അപ്പോഴാണ് അത് നോഡ്യൂൾസ് ആയി മാറുന്നത്. മൾട്ടിനോഡുലാർ ഗോയിറ്ററിന് നമുക്ക് നല്ല മെഡിസിൻസ് ഉണ്ട്. ആ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ബാക്കിയുള്ള മരുന്നുകളെല്ലാം കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റും. മൾട്ടിനോഡുലാർ ഗോയിറ്ററിനുള്ള മരുന്നുകൾ എന്തായാലും കൊടുക്കാം. അപ്പൊ നമ്മൾ ഒരു കാര്യം എന്ന് വെച്ചാല് ഇത് നമുക്ക് ചാർട്ട് ചെയ്ത് തരാം കേട്ടോ. പക്ഷെ ആദ്യം ഇപ്പൊ ഞാനൊന്ന് പറയട്ടെ. ഗോയിറ്റർ തടയുന്നതിന് കപ്പ അമിതമായി കഴിക്കരുത്. കപ്പയിൽ തയോസൈനേറ്റ് ആണ് ഉള്ളത്. പിന്നെ എന്താണ്? കപ്പയും കടൽ മത്സ്യവും കഴിക്കാം. കട്ടൂറ്റി കളഞ്ഞിട്ട് കടൽ മത്സ്യം കഴിക്കാം. പക്ഷേ പുഴ മത്സ്യം കപ്പ ചേർത്ത് കഴിക്കരുത്. പുഴ മത്സ്യം എന്ന് പറഞ്ഞാൽ ബ്രാലക്ക, ശുദ്ധജലത്തിൽ വരുന്നത്. അത് ഈ എന്താണെന്നറിയാമോ, അതിൽ പെർക്ലോറൈറ്റ് എന്ന സാധനം ഉണ്ടാവും ഇവിടെ ഈ കോമ്പിനേഷനിൽ. പെർക്ലോറൈറ്റ് അവര് തയോയുറാസിലും ഫീനോളും എല്ലാം ഉള്ള സാധനങ്ങളിലെല്ലാം തയോയുറാസിൽ ഫീനോൾ അടങ്ങിയ കാബേജ്, കോളിഫ്ലവർ, മുള്ളങ്കി, സ്പൈനാച്ച്, ബ്രക്കോളി ഒന്നും ഈ ടെൻഡൻസി ഉള്ളവർക്ക് കൊടുക്കരുത്. സാധാരണ മനുഷ്യർക്ക് കഴിക്കാം. പക്ഷെ ഫാമിലി ഹിസ്റ്ററി അവിടെയാണ് നമ്മൾ ഇതിന് നേരത്തെ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ചോദിക്കണം വീട്ടില് ഫാമിലി ഹിസ്റ്ററി. അതൊരു ഒരു ഫാമിലി ഡോക്ടർ എന്ന് പറഞ്ഞാൽ ആ ഡോക്ടറാണ് ശരിക്കും എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കുന്നത്. നമുക്കിന്ന് അങ്ങനത്തെ ഒരു മെത്തേഡ് ഇല്ലല്ലോ. കാരണം ഒരു ഫാമിലിനെ മൊത്തം അറിയാവുന്ന ഒരു ഡോക്ടറും ഇല്ലാണ്ടായി വന്നേ. കണ്ണ് മാത്രം ഒരാള്, ചെവി മാത്രം ഒരാളാകുമ്പോൾ നമുക്ക് ബാക്ക് ഹിസ്റ്ററി ചോദിക്കാൻ എവിടെയാണ് നേരം? രോഗിനെ തന്നെ ശരിക്കും കാണുന്നില്ല. പിന്നെ അവരുടെ അപ്പനും അമ്മക്കും എന്തുണ്ടായെന്ന് ആര് ചോദിക്കാൻ? പക്ഷെ അങ്ങനെ ഹിസ്റ്ററി ഉള്ളപ്പോൾ ആണ് നമ്മൾ പ്രിവെന്റീവ് മെഷറാണ് എടുക്കുന്നത്. സാധനങ്ങൾ കൊതിയുണ്ടെങ്കിലും അധികം കഴിക്കണ്ട, വേണമെങ്കിൽ ഒരു കപ്പ ഒരു കഷ്ണം കഴിച്ചോളൂ എന്ന് പറയാം. അങ്ങനെ കപ്പ അല്ലെങ്കിൽ പിന്നെ ഊറ്റി കളഞ്ഞിട്ട് കഴിക്കണം. അപ്പൊ എന്ന് വിചാരിക്കും, പിന്നെ ഒന്നും കഴിക്കാൻ പറ്റാത്ത അതിന്റെ ജീവിതം ആകെ കുളമായി, ഒന്നും കഴിക്കാൻ പറ്റണില്ല. ഇതൊക്കെ പക്ഷെ എന്തൊക്കെ കഴിക്കാം? എല്ലാ കടൽ മത്സ്യങ്ങളും കഴിക്കാം. ചാള അല്ലെ, എല്ലാ കടൽ മത്സ്യങ്ങളും, ചാള, അയില, കൊഞ്ച്, ഞണ്ട്, കക്ക ഇറച്ചി എല്ലാം കഴിക്കാം. എന്താണ് കക്ക ഇറച്ചിയുടെ കാര്യം? ഞണ്ടും കക്ക ഇറച്ചിയും നല്ലോണം കഴിക്കണം എന്ന് പറയുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഈ ഞണ്ടിലും കക്കയിറച്ചിയിൽ സിങ്ക് ആൻഡ് സെലിനിയം ഉണ്ട്. ഈ നമ്മള് ഒരു കാര്യം പറഞ്ഞു, T3 and T4 ഉണ്ടായിട്ട് സെൽസിന്റെ അടുത്ത് ചെല്ലുമ്പോൾ T3ക്ക് മാത്രമേ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ സെൽസിൽ. T3 is the only one hormone which can enter into, diffuse into cells and into സിങ്കും അവിടെ വേണം. മാക്രോ എലിമെന്റ്സ് ഉണ്ടെങ്കിലാണ് ഒരു തൈറോയ്ഡ് ഫങ്ഷൻ ചെയ്യണത്. അപ്പോ ബാക്കി എല്ലാം നോർമലി. T3 ആവശ്യമുണ്ട്, T4 ബ്ലഡിൽ ആവശ്യമുണ്ട്. പക്ഷേ സിങ്ക് ആൻഡ് സെലിനിയം ബ്ലഡിൽ. ജോളി ഡോക്ടറെ, ഇന്ന് റേഞ്ച് പ്രശ്നമുണ്ടല്ലോ. പോയി. ഞാൻ വിചാരിച്ചു എന്റെ പ്രശ്നമാണെന്നാ വിചാരിച്ചു. അപ്പം അല്ല, ഡോക്ടർ ഇപ്പൊ വരും, വെയിറ്റ് ചെയ്യാൻ. വന്നു. ഹലോ ഡോക്ടറെ, ഇനിയിപ്പോ ഒന്നുകൂടെ കോഹോസ്റ്റ് ആക്കണോ? അല്ലല്ലേ, കോഹോസ്റ്റ് ആണ്. ഡോക്ടർ ഇപ്പൊ മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്യാൻ പറയാം. എല്ലാം സ്റ്റക്കായി നിൽക്കുകയാണ്. ഡോക്ടറെ ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്യണേ. അൺമ്യൂട്ടായി, പക്ഷെ റേഞ്ച് പ്രശ്നമുണ്ട്. പിന്നെ പോയണ്ട മര്യാദക്ക് വന്നോണ്ടിരുന്നതാണ്. ഇന്ന് സ്ഥാനം മാറിയോ? കേക്കാം. ഇല്ല, ഇല്ലേ? ഇപ്പൊ കേക്കാം. ശരിയായി. ഈ പ്രീവിയസ് പറഞ്ഞത് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. കാരണം അപ്പോഴ് കക്ക, ഞണ്ട് ധാരാളം കഴിക്കണം. അതില് സെലേനിയം, സിങ്കും ഉണ്ട്. സിങ്കും ആൻഡ് സെലിനിയം. ഈ സിങ്ക് ആൻഡ് സെലിനിയം ബ്ലഡിൽ ഇല്ലെങ്കിൽ
ഈ T4നെ T3 ആക്കാൻ പറ്റൂല. ഒരു അയഡിൻ കളയണമെങ്കിൽ ഇവർ രണ്ടുപേരും വേണം. ബ്ലഡില് തൈറോയ്ഡ് മാത്രമല്ല, ഒരു തൈറോയ്ഡ് വർക്ക് ചെയ്യണമെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ്. സിങ്ക് ആൻഡ് സെലിനിയം വേണം. അതുകൊണ്ട് ഞണ്ട്, കക്കയിറച്ചിയൊക്കെ ധാരാളം കഴിക്കാം. അപ്പൊ കടലിനടുത്ത് ജീവിക്കുന്നവർക്ക് ഇതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് മലപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതൊന്നും കിട്ടൂല. പിന്നെ പശുവിന്റെ പാല് അത് കഴിക്കാം. ക്യാരറ്റ്, കടല, പയർ, ഗോതമ്പ്, എള്ള്, തൈര്, മോര്, പഴങ്ങൾ, അണ്ടിപ്പരിപ്പ് എല്ലാം കഴിക്കാം. ഇലക്കറികൾ, അതിലെല്ലാം അയോഡിൻ ഉണ്ട്. അയോഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്. അയോഡിൻ കിട്ടാൻ വേണ്ടിയാണ് ഈ കണ്ട ബുദ്ധിമുട്ട് മുഴുവൻ സഹിച്ചത്. അപ്പൊ നമുക്ക് അയോഡിൻ കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ അപ്പൊ തൈറോയിഡിന്റെ ഗോയിറ്റർ തടയുന്ന ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുമ്പോ തന്നെ അയോഡിൻ അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. പിന്നെ എന്താണ് നമുക്ക് രണ്ടാമത്തെ പ്രശ്നം എന്താണ്? ആവശ്യത്തിന് അയോഡിൻ ഉണ്ടെങ്കിലും നമ്മൾക്ക് ഞാൻ പറഞ്ഞു ഒരു എൻഡോജീനസ് ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ട്. അനാവശ്യമായിട്ട് എല്ലാം ബോഡിയിൽ അനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് രോഗങ്ങൾ. അത് തൈറോയ്ഡ് ഉണ്ടെങ്കിലും അതിനെ ഉത്തേജിപ്പിച്ച് ഹൈപ്പർട്രോഫി ആക്കിയെടുക്കും. അത് എൻഡോജീനസ് ഗ്രോത്ത് ഹോർമോൺസ് ആണ്. അപ്പൊ എന്താണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്? എന്താണ് ബേസിക് ഓഫ് ഗോയിറ്റർ? ഇറ്റ് ഈസ് വെറ്ററിനറിക്ക് വായിച്ചു നോക്കൂ. സ്ക്രോഫുലസ് ഡയാത്തസിസ് എന്ന് പറഞ്ഞ എന്താണ് സ്ക്രോഫുല? ഈ ഗ്ലാൻസുകള് ഇങ്ങനെ കിടന്ന് എൻലാർജ് ചെയ്യലും എല്ലാ പ്രശ്നങ്ങളും ഇത് നമ്മൾ ഓട്ടോഇമ്യൂൺ അല്ല കേട്ടോ, സാധാരണ ഇതാണ്. സ്ക്രോഫുല എന്ന് പറഞ്ഞ എന്താണ്? വെൻ സോറ അല്ലെ, സോറ എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ സ്കിന്നിൽ വേണ്ട ലേഷൻസ് ആണ്. ഔട്ടർലി സ്കിന്നിലാണ് സോറ വന്നത്. അപ്പൊ നമ്മള് പുരാതന കാലത്ത് അതിനെ എന്ത് ചെയ്ത് ഓയിൽമെന്റ്സ് പുരട്ടി സപ്രസ് ചെയ്തു. അപ്പൊ ലേറ്റന്റ് സോറ പോയിട്ട് ഡീപ്പർ പ്ലെയിനിൽ കണക്റ്റീവ് ടിഷ്യൂവിൽ അടിഞ്ഞു. അതിനുശേഷം സിഫിലിസ് വന്നു. സിഫിലിസ് എന്താണ്? ഗൊണോറിയ ആൻഡ് സിഫിലിസ് ആണ് അല്ലെ. അപ്പൊ മെർക്കുറിയൽ പ്രിപ്പറേഷൻസ് കൊണ്ട് സിഫിലിസിനെ തടഞ്ഞു, സപ്രസ് ചെയ്തു. അപ്പോ സിഫിലിസും സപ്രസ് ചെയ്ത് സോറയും സപ്രസ് ചെയ്തു. അവര് രണ്ടുപേരും കൂടി ഇന്നർ പ്ലെയിനിൽ കമ്പൈൻ ചെയ്തതാണ് സ്ക്രോഫുല. സ്ക്രോഫുല ഇസ് ദ കോമ്പിനേഷൻ ഓഫ് ലേറ്റന്റ് സോറ, സപ്രസ്ഡ് സോറ വിത്ത് സിഫിലിസ് ആണ്. അപ്പൊ എത്രമാത്രം ഡിസ്ട്രക്ഷൻ! അത്രയും അതിന്റെ ഏറ്റവും വലിയ സ്പിയർ ഓഫ് ആക്ഷൻ എന്താണ്? ഗ്ലാൻസ് ആണ്. അപ്പോ നമ്മൾ സ്ക്രോഫുലസ് ഡയാത്തസിസ് ഏറ്റവും കൂടുതൽ സ്പോഞ്ചി ഒന്ന് വായിച്ചു നോക്കും. സ്പോഞ്ചിയിൽ എഴുതിയിട്ടുണ്ട് സ്ക്രോഫുലസ് ഡയത്തസിസ്. ഈ ഡയത്തസിസുകൾ നമ്മൾ ശരിക്കും ട്യൂബർകുലാർ ഡയത്തസിസ്, സ്ക്രോഫുലസ് ഡയത്തസിസ്, ഇതെല്ലാം നമ്മൾക്ക് പിന്നെ ഇപ്പൊ ഈ ഒരു ഡയത്തസിസ് പഠിക്കാം. ഇത് ലേറ്റന്റ് സോറ ഈസ് കമ്പൈൻഡ് വിത്ത് സിഫിലിസ് ആണ്. അപ്പൊ ഈ സപ്രസ് ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങളും കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഗ്ലാൻസ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ മെഡിസിൻ നമുക്ക് അതേപോലെ കൊടുത്താൽ മതി. കാരണം അതുകൊണ്ടാണ് അൺനോൺ റീസൺ കൊണ്ട് ഗോയിറ്റർ വരും എന്ന് പറയും. പക്ഷേ ജനറ്റിക്കൽ ട്രാൻസ്മിഷൻ വരുന്നത് കണ്ട ഇവിടെയും ഗോയിറ്റർ ജനറ്റിക് ട്രാൻസ്മിഷൻ ആണ്. കാരണം ഇവരിനെ തലമുറകളിൽ തന്നെ കമ്പൈൻ ചെയ്ത് വന്ന് ഒന്നും അറിയാത്ത കുട്ടിക്ക് മുതൽ ഗോയിറ്റർ വരും. കണ്ട കുടുംബപരമായി ഗോയിറ്റർ വരും, പ്രഗ്നൻസിയിൽ ഗോയിറ്റർ വരും, ഓരോ ഹോർമോൺ ലെവലിലും സ്റ്റേജിലും ഗോയിറ്റർ വരും. ഇപ്പൊ ഗോയിറ്ററിന്റെ കാര്യം മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് ഇത് ഒട്ടും തന്നെ പ്രൊഡക്ഷൻ വരാതാവുമ്പോഴാണ് ഹൈപ്പോതൈറോയിഡിസം. ഒട്ടും T3 T4 ഉണ്ടാക്കാൻ ഒട്ടും അയഡിൻ കിട്ടാണ്ടാവുമ്പോഴാണ് അത് ഹൈപ്പോതൈറോയിഡിസത്തിന് പോകുമ്പോ TSH ഹൈ ആയി വരും, T3 T4 താന്ന് പോകും അല്ലെ. നമ്മൾ അതിന്റെ ഒരു സമയം അത് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം. നമുക്ക് ഡ്രഗ് ഒന്ന് നോക്കാം. ഡ്രഗ്സ് അടുത്ത ചാർട്ട് ചെയ്യാം കേട്ടോ. ഞാനിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് ചാർട്ട് ചെയ്യാം. അപ്പോ നമ്മൾ സ്ക്രോഫുല പറഞ്ഞു, കാൽക്കേരിയ അയോഡൈഡ് ഇസ് ദ ബെസ്റ്റ് ഡ്രഗ് ഫോർ പ്യൂബർട്ടി തൈറോയ്ഡ് എന്ന് പറഞ്ഞു അല്ലെ. പിന്നെ നമ്മൾക്ക് ഇത് ചിലപ്പോ ചില മെഡിസിൻസ് സൈക്കോട്ടിക് ആയിട്ട് വരും, ഓറമ്യൂർ. പിന്നെയും നമ്മളൊരു കാര്യം പറഞ്ഞു,
ഹാലോജൻസിനും അതിന്റെ കോമ്പിനേഷൻസിനും മാത്രമേ ഇവർക്ക് ഇതിൽ കയറി ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഹാലോജൻസ് ഇല്ലാതെ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ ഇല്ലാതെ ഒരു മെഡിസിൻ, വളരെ റെയർ മെഡിസിൻസിന് മാത്രമേ ഗോയിട്രലായാലും ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിലായാലും ഗ്രേവ്സ് ഡിസീസിലായാലും ആക്ഷൻ ഉണ്ടാവുള്ളൂ. ഇവിടെ തന്നെ ഗോൾഡിന്റെ കൂടെ എന്താണ് ചേർന്നിരിക്കുന്നത്? ക്ലോറിൻ. ഓറം മ്യൂർ. അപ്പോ ഗോൾഡ് ആണെങ്കിലും അവിടെ ക്ലോറിൻ വേണം. അപ്പോ ഗ്ലാൻഡുലാർ അഫക്ഷൻസ് സൈക്കോട്ടിക് റെമഡിയാണ് ഓറമ്യൂർ. തൈറോയിഡിന് വളരെയധികം ആക്ഷൻ ഉള്ള മെഡിസിൻ. കാരണം എന്താണ്? അവിടെ മ്യൂറുണ്ട്, ക്ലോറിൻ. അടുത്തത് ബെരേറ്റക്ക് മാത്രം ആക്ഷൻ ഇല്ല. ബെരേറ്റ അയോഡൈഡ്, ഇൻഡ്യൂറേറ്റഡ് ഗ്ലാൻസ് ആൻഡ് സ്റ്റണ്ടഡ് ഗ്രോത്ത്. അടുത്തത് ബെരേറ്റ മ്യൂർ. അവിടെയും ബെരേറ്റയുടെ ക്ലോറിൻ വന്നു. അപ്പോൾ നല്ല ആക്ഷൻ ആണ്. സ്റ്റുപ്പിഡ് അപ്പിയറൻസ് ഓഫ് ചൈൽഡ്. ഏറ്റവും ചെറിയ കുട്ടികൾക്ക് തൈറോയ്ഡ് വന്ന ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പറ്റിയ 2 മരുന്നാണ് ബെരേറ്റ അയോഡൈഡും ബെരേറ്റ മ്യൂറും. കാരണം ബെരേറ്റ ആണല്ലോ ഡോർഫിസും എല്ലാം. പക്ഷെ ബെരേറ്റക്ക് ഒറ്റയ്ക്ക് ആക്ഷൻ കൊടുക്കാൻ പറ്റൂല തൈറോയിഡിന്. അവിടെ എപ്പോഴും നമ്മുടെ ഡ്രഗിന്റെ പാറ്റേൺ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ ഇല്ലാതെ എത്ര വലിയ പ്രബലന്മാർ ഗോൾഡും ബെരേറ്റയും എല്ലാവരും നിന്നാലും ഇവരുടെ കോമ്പിനേഷൻ ഇല്ലാതെ ആക്ഷൻ കിട്ടാൻ പ്രയാസമാണ്. വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അല്ലാണ്ട് നിലനിൽക്കാൻ പറ്റുള്ളൂ. അടുത്തത് കാൽക്കേരിയ മ്യൂർ. കാൽസ്യവും ക്ലോറിനും കൂടി ചേർന്നു, അപ്പോഴും ഗ്ലാൻഡുലാർ സ്വെല്ലിംഗ്. പിന്നെ നമ്മുടെ ഏറ്റവും മേജർ റെമഡി കാൽക്കേരിയ കാർബ്. എന്തുകൊണ്ടാണ് ഇത്രയും പോളിക്രിസ്റ്റൽ ആയിട്ട് തൈറോയിഡിന് ആക്ട് ചെയ്യുന്നത്? 2ആണ്. ഒന്ന് പ്രൈമറി ഹൈപ്പോതൈറോയിഡിസം. എന്ന് പറഞ്ഞാൽ അയോഡിന്റെ കുറവ് കൊണ്ട് തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാക്കാൻ പറ്റാതെ ഉണ്ടാകുന്ന ഹൈപ്പോതൈറോയിഡിസത്തിനാണ് പ്രൈമറി ഹൈപ്പോതൈറോയിഡിസം പറയുന്നത്. സെക്കൻഡറി ഹൈപ്പോതൈറോയിഡിസം എന്താണ്? നമ്മൾ ഒരു കാര്യം ആദ്യമേ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് പറഞ്ഞത്? ഇവിടെ എവിടെയാണ് തുടങ്ങുന്നത്? ഹൈപ്പോതലാമസിൽ നിന്നും പിറ്റ്യൂട്ടറിയിൽ നിന്നും അല്ലേ? പിറ്റ്യൂട്ടറി ആണ് TSH റിസപ്റ്റർ. TSHനെ ഹോർമോൺ, TSH എന്ന് പറഞ്ഞ ഹോർമോണിനെ ഉണ്ടാക്കി ഉത്തേജിപ്പിച്ചു കൊടുക്കുന്നത് അല്ലെ? അപ്പൊ ബ്രെയിനിൽ ഹൈപ്പോതലാമസിനും പിറ്റ്യൂട്ടറിക്കും ഉണ്ടാകുന്ന രോഗങ്ങൾ ഇവരെ ബാധിക്കില്ലേ? അതുകൊണ്ട് അങ്ങനെ വരുന്ന തൈറോയിഡുകളെയാണ് നമ്മൾ സെക്കൻഡറി ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. അത് ഒരിക്കലും മറക്കരുത്. കാരണം തൈറോയിഡിന്റെ രോഗങ്ങൾ തൈറോയിഡിൽ മാത്രം ഒതുങ്ങി നിൽക്കുമെന്ന് ഒരാളും വിചാരിക്കരുത്. മറ്റുള്ള എല്ലാ രോഗാവസ്ഥകളും തൈറോയിഡിന് പ്രശ്നം ഉണ്ടാക്കും. അത് രോഗാവസ്ഥയിൽ. പക്ഷേ തൈറോയിഡിനെ നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിനെ മറന്നു പോകരുത്. അവർക്ക് വരുന്ന ഡിസ്ഫങ്ഷൻസ്, നോഡ്യൂൾസ്, അഡിനോമ എല്ലാം എന്തു പറ്റും? ഇവരുടെ പ്രൊഡക്ഷനെ വളരെ ഗൗരവമായി ബാധിക്കും. കാരണം TSH ഇല്ലാണ്ട്, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഇല്ലാതെ എങ്ങനെ പ്രൊഡക്ഷൻ നടക്കും? അതും മനസ്സിലാക്കണം. അപ്പൊ കാൽക്കേരിയ കാർബിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഗോയിറ്ററും സ്ക്രോഫുലസ് ഡയാത്തിസിസും കൂടാതെ പിറ്റ്യൂട്ടറി ആൻഡ് തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ മറ്റൊരു മരുന്നിനും അത് അവകാശപ്പെടാൻ പറ്റൂല. പിറ്റ്യൂട്ടറി ആൻഡ് തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ, കൺജനിറ്റൽ ഹെറിഡിറ്ററി സിഫിലിസ്, ഇൻഡുറേഷൻ ഹാർം. സിഫിലിസ് കണ്ടോ? ഹെറിഡിറ്ററി ആയിട്ട് സിഫിലിസ് വരുന്നു കാൽക്കേരിയ കാർബ്. അടുത്തത് ഏറ്റവും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാൽക്കേരിയ ഫ്ലൂർ. അവിടെയും കാൽസ്യത്തിന്റെ കൂടെ നിൽക്കുന്നത് ഫ്ലൂറിൻ, ക്ലോറിൻ, ഫ്ലൂറിൻ, എല്ലാ ഹാലോജൻസ്. അടുത്തത് കാൽക്കേരിയ അയോഡൈഡ്. പിന്നെയും പറയുന്നത് ട്രീറ്റ്മെന്റ് ഓഫ് സ്ക്രോഫുലസ് അഫക്ഷൻസ്, എസ്പെഷ്യലി enlarged glands, thyroid enlargement, about the type of puberty and adenoid. കാൽക്കേരിയ അയോഡിനും കൂടി ചേരുമ്പോൾ അതിസുന്ദരമായ കോമ്പിനേഷനാണ്. ഒരു വിധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർ തന്നെ നോക്കിക്കോളും. പിന്നെ അടുത്തത് നമ്മൾ ഒരാൾ മാത്രമേ അതിൽ വ്യക്തമെന്നുള്ളൂ. സൾഫ്യൂരിക്കം ബേസ് ഡോസ് ഡിസീസിന് വളരെ നല്ല അത് നമ്മുടെ അത് പിന്നെ
അപ്പൊ എന്ത് അതുപോലെ തന്നെ അക്യൂട്ട് ഡിസീസസ് ഫോളോഡ് ബൈ ഗോയിറ്റർ അല്ലെ? ഒന്നെങ്കിൽ ഗോയിറ്റർ അക്യൂട്ട് ഡിസീസ് വരും, അതിനുശേഷം പിന്നെയും ഗോയിറ്റർ ആവും. അപ്പൊ ഹിസ്റ്ററി എടുക്കൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തെങ്കിലും അക്യൂട്ട് ഡിസീസ് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും. പിന്നെ അപ്പൊ നമ്മളുണ്ട് ഫെറമയോഡയുടെ ഒക്കെ സ്ക്രോഫുലസ് അഫക്ഷൻ ആണ്, ഗ്ലാൻഡുലാർ എൻലാർജ്മെന്റ് ട്യൂമേഴ്സ്. പിന്നെ അടുത്തത് കാലി അയോഡൈഡ്, സൂപ്പർ മെഡിസിൻ ആണ് കാലി അയോഡൈഡ്. ഗ്ലാൻഡുലാർ സ്വെല്ലിംഗ്, കാലിമ്യൂർ, ഗ്ലാൻഡുലാർ സ്വെല്ലിംഗ്. പിന്നത്തെ നമ്മുടെ മെഡിസിൻ ആണ് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത്, സിലിക്കോ ഫ്ലൂറൈഡ് ഓഫ് കാൽസ്യം അല്ലെ? അഫക്ഷൻസ് ഓഫ് ഗ്ലാൻസ്, കണക്റ്റീവ് ടിഷ്യൂ അബൌട്ട് ദ ഗ്ലാൻസ് അഫക്റ്റഡ്, ലാപ്പിസ് ആൽബ്, ബ്രോമിയം, സ്ക്രോഫുലസ് ചിൽഡ്രൻ, എൻലാർജ്ഡ് പരോട്ടിഡ് ആൻഡ് ഗോയിറ്റർ, ഇൻഫിൽട്രേറ്റഡ് ഗ്ലാൻസ് ആൻഡ് ഹാർഡ് ഗ്ലാൻസ്. അങ്ങനെ ഇതിന്റെ ചാർട്ട് നമ്മൾക്ക് ഇട്ടുതരാം. കുറെ മെഡിസിൻ ഉണ്ട്. ഈ മെഡിസിൻ എല്ലാം തന്നെ അയോഡത്തിന്റെ കോമ്പിനേഷൻ ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കമ്പാരിസൺ നമ്മൾ ഇട്ട് തന്നത്. സ്പോഞ്ചിയെ പിന്നെയും നമ്മൾ പറയുന്നതാണ് ട്യൂബർക്കുലാർ ഡയറ്റസിസ്, ലേറ്റന്റ് സിഫിലിസ്, എല്ലാം സിഫിലിസ് ആണ്. എല്ലാ ഗോയിറ്ററും സിഫിലിസ് ആണ്, അത് മറക്കരുത് നമ്മൾ. വളരെ അപൂർവമാണ് സൈക്കോട്ടിക്. ഇവിടെ സഫോക്കേറ്റീവ് സ്പെൽസ്, ഹൈപ്പർട്രോഫി ഓഫ് ഹാർട്ട്, റൈറ്റ്, എക്സോതാൽമിക് ഗോയിറ്റർ, ഇതെല്ലാം തന്നെ സ്പോഞ്ചിയാണ്. സ്പോഞ്ചിയ ഏത് കണ്ടീഷനിൽ ഉപയോഗിക്കാവുന്ന മരുന്നാണ്. ഹൈപ്പർ തൈറോയിഡിസത്തിനും ഹൈപ്പോതൈറോയിഡിസത്തിനും സിമ്പിൾ ഗോയിറ്ററിനും എല്ലാത്തിനും ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ ഇപ്പൊ തന്നെ ഇത്രയും നമ്മൾ ചാർട്ട് ഇടുമ്പോഴേ മനസ്സിലാവും ഈ നമ്മുടെ ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിയും ഡിസ്ഫങ്ഷൻ വരുമ്പോൾ അത് നമ്മളുടെ തൈറോയിഡിന്റെ ടെസ്റ്റിൽ വളരെ വ്യത്യാസമുണ്ട്. അത് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റൂല, അത് കുറച്ച് കഴിഞ്ഞിട്ട് ചാർട്ട് ഇടാം കേട്ടോ. അപ്പോ ഹൈപ്പർ തൈറോയിഡിസം ആൻഡ് ഹൈപ്പോതൈറോയിഡിസത്തിൽ ഇനി ഒരു കാര്യമുള്ളത്, നമ്മൾ അതിന്റെ സിംറ്റംസ് ആണ് നോക്കണേ അല്ലെ? സിംറ്റംസ് ആണ് അടുത്തത് കേട്ടോ. ഈ സിംറ്റംസ് പഠിച്ചാലേ നമ്മൾക്ക് പേഷ്യൻസിന് വളരെ ഭംഗിയായിട്ട് നോക്കാൻ പറ്റുള്ളൂ. കാരണം വളരെ ഏർലി ഡിറ്റക്ഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ ഏറ്റവും ആദ്യത്തെ എന്താണ് എന്ന് വെച്ചാൽ നമ്മൾ നോക്കുന്നത്, നമ്മളിപ്പോ ഹൈപ്പർ എടുക്കണില്ല, ഹൈപ്പോ ആണ് എടുക്കണം. അപ്പൊ ഹൈപ്പോ എന്താണ് ഈ രോഗി ആദ്യം പറയുന്നത്? ചൂട്, തണുപ്പല്ല, നമുക്ക് മനസ്സിലാക്കണം, സിമ്പിൾ മനസ്സിലാക്കാം. ഇടയ്ക്ക് കേൾക്കാൻ പാടില്ലായിരുന്നു, ഇപ്പോ കേക്കാം. വീഡിയോ ഓഫാണ്, വീഡിയോ ഓൺ ആക്കിയില്ലേലും വേണ്ടൂല. പറഞ്ഞതിന്റെ ബാക്കി പറയാൻ. സ്പോഞ്ചിയ അല്ല, ഇനി സിംറ്റംസ് സിംറ്റംസ് ആണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഹൈപ്പോതൈറോയിഡിസം പേഷ്യന്റ് ഹൈപ്പോന് കടുത്ത തണുപ്പായിരിക്കും, കാരണം മെറ്റബോളിസം അവിടെ നടക്കുന്നില്ല. രോഗി എപ്പോഴും എന്ത് പറയും? എപ്പോഴും തണുപ്പ് ഫീലിംഗ്. ആ ഫീലിങ്സ് ഒക്കെ നിസ്സാരമാക്കി എടുക്കരുത്. ഫീലിങ്സ്, ഈ സിംറ്റംസ് എന്ന് പറയുമ്പോൾ രോഗി പറയുന്ന സിംറ്റംസും ഉണ്ട്, സയൻസും ഉണ്ട് അല്ലേ? സയൻസ് ആണ് പുറത്ത് എൻലാർജ്മെന്റ് നോക്കും, നമ്മൾ നോക്കണം. തൈറോയ്ഡ് അതിന് നോഡ്യൂൾ ഉണ്ടോ, പാൽപേറ്റ് ചെയ്ത് നോക്കാൻ പറ്റുമോ, എല്ലാം നോക്കുമ്പോൾ അതാണ് സയൻസ്. സിംറ്റംസ് രോഗി പറയുന്നത് കേട്ടോ. ടോളറൻസ്, നോട്ട് ടോളറേറ്റ് കോൾഡ്. രണ്ടാമത്തത് വീക്ക്നെസ് ആണ്. വീക്ക്നെസ് എപ്പോഴും ക്ഷീണം, തളർച്ച, ഡിപ്രഷൻ, ബ്രാഡിക്കാർഡിയ, സ്ലോനെസ് ഓഫ് ആക്ഷൻ. അപ്പൊ ഇത് ഒരു ചാർട്ടാക്കി തന്നെ ടേബിളിൽ വെക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചാർട്ടാക്കി തന്നെ ടേബിളിൽ വെക്കണം. പിന്നെ അപ്പോ വീക്ക്നെസ്, ഫാറ്റീഗ്, ഡിപ്രഷൻ മൈൻഡിനെ വളരെയധികം ബാധിക്കുന്ന പ്രശ്നമാണ്. ആൻഡ് സ്ലോനെസ് ഇൻ ആക്ഷൻ, എല്ലാത്തിനും ഒരു മന്ദത വരാൻ തുടങ്ങും, ഒന്നും ചെയ്യാൻ തോന്നൂല. അതാണ് രോഗി വന്നിട്ട് പറയും, ഒന്നും ചെയ്യാൻ തോന്നൂല. അപ്പൊ അതുകൊണ്ടാണ് ഈ സ്ലോനെസ് ഇൻ ആക്ഷൻ. എല്ലാം തന്നെ തൈറോയിഡ് ഇവിടെ ഫങ്ഷൻ ചെയ്യുന്നില്ല, T3 T4 ആവശ്യത്തിന് ഉണ്ടാക്കുന്നില്ല, പല പല കാരണങ്ങൾ കൊണ്ടാണ്. പക്ഷേ എൻഡ് റിസൾട്ട് എന്താണ്? തൈറോയിഡ് ഇല്ല. മൂന്നാമത്തെ എന്തായിരിക്കും? ഗാസ്ട്രോ ഇൻഡസ്റ്റൈനിൽ വെയിറ്റ് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
ഇയാൾക്ക് വെയിറ്റ് കൂടിക്കൊണ്ടേയിരിക്കും കോൺസ്റ്റിപ്പേഷൻ. അതാണ് വ്യത്യാസം. പിന്നെ പേഷ്യന്റ് എപ്പോഴും കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുമ്പോൾ പല കാരണങ്ങളുണ്ട് കോൺസ്റ്റിപ്പേഷന്. പക്ഷേ തൈറോയ്ഡ് വൺ ഓഫ് ദ മേജർ ആണ് കോൺസ്റ്റിപ്പേഷൻ. അപ്പൊ തന്നെ കോൺസ്റ്റിപ്പേഷൻ വരുമ്പോഴും നമ്മൾ കണ്ടുപിടിക്കുന്നത് ചിലപ്പോൾ ഗ്യാസ്ട്രോ ആയിരിക്കും. ആദ്യം തൈറോയ്ഡ് ആരും ശ്രദ്ധിക്കില്ല. പക്ഷേ നിരന്തരമായി ഇങ്ങനെ കോൺസ്റ്റിപ്പേഷനും ബുദ്ധിമുട്ടും വരുമ്പോ ചിലപ്പോ അത് കണ്ടുപിടിക്കുന്നത് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ആയിരിക്കും. കാർഡിയാക്, ബ്രാഡികാർഡിയ, അഞ്ചൈന, കാർഡിയാക് ഫെയിലിയർ, ചിലപ്പോ ബ്രാഡികാർഡിയാണ്, കാർഡിയാക് ഇൻകോമ്പറ്റൻസ് വരും. ഹാർട്ട് വേണ്ട വിധത്തിൽ ഫങ്ഷൻ ചെയ്യാതെ ചിലപ്പോൾ കാർഡിയാക് ഫെയിലിയർ വരും. അതാണ് ഹൈപ്പോതൈറോയിഡിസത്തിന്റെ കുഴപ്പം. ന്യൂറോമസ്കുലർ, ഏക്സ്, പെയിൻസ്, മസിൽ സ്റ്റിഫ്നെസ്. പിന്നെ കാർപ്പൽ ടണൽ സിൻഡ്രോം, ഏറ്റവും കൂടുതൽ വന്ന കാർപ്പൽ ടണൽ സിൻഡ്രോം ആണ്. റിസ്റ്റ് അല്ലെ, അതിന്റെ ബാൻഡേജിന് ടൈറ്റ്നെസ് വരും. പലപ്പോഴും കാര്യം അറിയാതെ അത് പോയിട്ട് കീറും. പക്ഷെ എന്ത് പറ്റും, കീറി കഴിയുമ്പോ തൈറോയ്ഡ് കറക്റ്റ് ആക്കാതെ ഇത് സർജറി ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഇവിടെ ടൈറ്റും, ഇവിടെ എക്സ്റേ എടുക്കുമ്പോ ഇവിടെ ടൈറ്റ്നസ് വന്നു കഴിഞ്ഞാൽ, റിസ്റ്റിൽ ടൈറ്റ്നസ് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ തൈറോയ്ഡ് ചെക്ക് ചെയ്യണം. പിന്നെ സ്കിന്നിന് വളരെ പ്രത്യേക മിക്സഡിമ, ഇൻഫിൽട്രേഷൻ അടിയിൽ അല്ലെ, സ്കിന്നിന്റെ അടിയിൽ ഫിറ്റിംഗ് ഒടിമ വരും. പിന്നെ മുടി മുഴുവൻ കൊഴിഞ്ഞു പോകും. ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം റീപ്രൊഡക്റ്റീവ് എന്താണ്? മെനോറേജിയ എന്ന് പറഞ്ഞാൽ എക്സസ് ഓഫ് മെൻസ്ട്രേഷൻ ആണ്. അതാണ് മിക്കവാറും ഈ എക്സസ് ഓഫ് മെൻസ്ട്രേഷൻ ആണ് നമ്മൾക്ക് ഈ തൈറോയിഡിന്റെ ഒരു ചെറിയ ക്ലൂ കിട്ടുന്നത്. തൈറോയിഡ് ചെക്ക് ചെയ്ത് നോക്കും. അല്ല ഇൻഫെർട്ടിലിറ്റി, അത് ഇൻഫെർട്ടിലിറ്റി അറിയാമോ, ഏറ്റവും കൂടുതൽ ഹൈപ്പോതൈറോയിഡിസം ആയ ഡോക്ടറെ, ഹൈപ്പോതൈറോയിഡിസം സിംറ്റംസ് പൂർത്തിയായോ? ഇല്ല, 2 പൂർത്തിയായി. 15 നമുക്ക് ഇനി ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ആരും ചോദിച്ചില്ലെങ്കിൽ നമുക്ക് ക്ലാസ് ചോദിക്കാം. അത് ചോദിക്കാണ്ടില്ലേ മാഡം, കുറച്ച് പേര് ഒരു ഡോക്ടർ പറഞ്ഞില്ലേ തൈറോയ്ഡ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് വിളിക്കാം അവരെ വിളിക്കാം. എന്തായാലും അതുപോലെ തന്നെ ഇന്ന് ഗോയിറ്ററിനെ കുറിച്ച് ഡോക്ടർ വളരെ നല്ല ക്ലാസ് ആണ് ഇന്നും എടുത്തത്. വളരെ അതിനെക്കുറിച്ച് കൂടുതലായി നല്ല രീതിയിൽ പഠിച്ച്, നല്ല രീതിയിൽ മനസ്സിലാക്കി, നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് നടത്തി, ആ എക്സ്പീരിയൻസും എല്ലാം കൂടെ ചേർത്ത് നല്ലൊരു സദ്യ തന്നെയാണ് ഡോക്ടർ വിളമ്പിയത് നമുക്ക്. ഇനി അപ്പൊ എന്തെങ്കിലും ഇതില് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ എല്ലാം ചോദിക്കാനുള്ള സമയമാണ്. കഴിഞ്ഞ ദിവസം നമുക്ക് ചോദിക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പൊ പെട്ടെന്ന് ഓരോരുത്തർ ഹാൻഡ് റൈസ് ചെയ്ത് വന്നാൽ നമുക്ക് സമയം കളയാതെ ഇന്ററാക്റ്റീവ് സെഷനിലേക്ക് പോകാം. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താല് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇടാം. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം സൂര്യ ഡോക്ടർ ഇല്ലായിരുന്നു. ധനുഷ് ഡോക്ടറെ പറഞ്ഞോളൂ. അതെ, ഇപ്പം ഡോക്ടർ പ്രധാനമായിട്ടും കുട്ടികൾക്ക് മെൻസസ് ആകുന്ന സമയത്ത് പെട്ടെന്ന് സിവിയർ ബ്ലീഡിങ് ഒക്കെ വരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ആണ്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ തൈറോയിഡിന് 3x കൊടുക്കാം. പക്ഷെ അതിനോടൊപ്പം തന്നെ പിന്നെ എന്തൊക്കെ മെഡിസിനാണ് ഡോക്ടർ സാധാരണ ഉപയോഗിക്കാവുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് അതിനെ ചിന്തിക്കുന്നത്? അത് എത്ര നാളുകൊണ്ട് നമുക്കത് സാധാരണഗതി ഇമ്പ്രൂവ്മെന്റ് കിട്ടാറുണ്ട്? എത്ര റിസൾട്ട് എങ്ങനെയാണ് വരുന്നത്? ഡോക്ടറുടെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ്. അതെ, അതുകൊണ്ടാണ് സാറേ ഞാൻ പറയട്ടെ. സാറേ, നമ്മൾ ഹോമിയോ ആശുപത്രിയിൽ സീതാലയത്തിൽ ഇരിക്കുമ്പോൾ സ്ത്രീകളുടെ പ്രശ്നങ്ങളല്ല എടുക്കുന്നത്. അങ്ങനെ നിർത്താത്ത ബ്ലീഡിങ് ആയിട്ടാണ് ഈ കുട്ടി മിക്കവാറും കേസുകൾ വരുന്നത്. നമ്മൾ അവിടെ ഏറ്റവും കൂടുതൽ മെഡിസിൻ കൊടുക്കുന്ന കാൽക്കേരിയ അയോഡൈഡ് തന്നെയാണ്. തൈറോയ്ഡ് ഗ്ലാൻഡിനെയാണ് നമ്മൾ അവിടെ ഉത്തേജിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ബ്ലീഡിങ് കുറക്കാൻ പറ്റുള്ളൂ. അവിടെ ആ തൈറോയ്ഡ് എപ്പോൾ നോർമലാകുന്നു, T3 T4 TSH TSH എപ്പോൾ നോർമലാകുന്നു അപ്പോൾ മാത്രമേ ആ ബ്ലീഡിങ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഫെറം അയോഡൈഡ് ഒക്കെ കൊടുക്കും. ഫെറമെറ്റ് വളരെ നല്ല മെഡിസിൻ ആണ് കൺട്രോൾ ചെയ്യാൻ. പക്ഷേ കൺട്രോളിങ് എപ്പോഴും സ്പോഞ്ചിയ ടിഞ്ചർ, അയോഡം 3x അല്ലെങ്കിൽ കാൽക്കേരിയ അയോഡൈഡ്
അത് എൻലാർജ്മെന്റ് അറ്റ് ദ ടൈം ഓഫ് പ്യൂബർട്ടി എന്ന് പറയുന്നു. അത് ബ്ലീഡിങ്ങിനും വളരെ നല്ല മെഡിസിൻസ് ആണ്. അൾസാറ്റിലൊന്നും അവിടെ ആക്ട് ചെയ്തില്ല. അതുകൊണ്ടാണ് അൾസാറ്റിൽ അവിടെ ആക്ട് ചെയ്യില്ല. കാരണം തൈറോയിഡിനെയാണ് അവിടെ നമ്മൾ ട്രീറ്റ് ചെയ്യണത്. അതിൽ പ്യൂബർട്ടിയിൽ ഒത്തിരി ബ്ലീഡിങ് വരാനുള്ള കാരണങ്ങളുണ്ട്. ക്ലോറോസിസ്, അനീമിയ, അവിടെയാണ് നമ്മൾ ചൈന കൊടുക്കണത്, പൾസാറ്റില കൊടുക്കണത്, ഫെറംഫോസ്. പക്ഷേ ഒരു ഹൈപ്പോതൈറോയിഡിസം വന്നു കഴിഞ്ഞാൽ ഹൈപ്പോതൈറോയിഡിസിനെ തന്നെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യണത്. സീതാലയത്തിലാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ കിട്ടിയ കേസുകൾ അതാണ്. അവിടെയാണ് സ്ത്രീകളുടെ പ്രശ്നങ്ങളാണല്ലോ അവിടെ ഡീൽ ചെയ്തത്. ഫെറം അയോഡൈഡ് വളരെ നന്നായിട്ട്, അതാണ് ഞാൻ പിന്നെ നമുക്ക് ചാർട്ട് ഇടാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതൊന്ന് നമ്മൾ പറഞ്ഞതിന് ശേഷം ചാർട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഫെറം അയോഡൈഡ്, കാൽക്കേരി അയോഡൈഡ്, അങ്ങനെ മെറ്റൽസും അയോഡിനും കൂടി ചേർത്തിട്ട് തൈറോയിഡിന് TSH നോർമൽ വരുമ്പോൾ ബ്ലീഡിങ് നിൽക്കും. അപ്പൊ എന്താണ് പൾസാറ്റില ഹമ്മാമെലിസ് ട്രിലിയം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. തൈറോയിഡിനെ നോർമൽ ആക്കിയതിന് ശേഷം അനീമിയയും കൂടി നമ്മൾ കൺട്രോൾ ചെയ്ത് തന്നെ അങ്ങനെ ഇത്ര ബ്ലീഡിങ് വന്നപ്പോൾ അനീമിയ വന്നു. അതുകൊണ്ടാണ് നമ്മൾ ഫെറം അയോഡൈഡ്, ഫെറമെറ്റ് അതും കൊടുക്കുന്നത്. പിന്നെ അവീനസ് അറ്റൈവയെല്ലാം കൊടുക്കും. കാരണം ജനറൽ ഹെൽത്ത് ആണ് അവിടെ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. ഒരു പ്യൂബർട്ടി സ്റ്റേജ് ഒരു പെൺകുട്ടീനെ ഏറ്റവും നന്നായി ട്രീറ്റ് ചെയ്യണം. കാരണം നെക്സ്റ്റ് ജനറേഷന് എന്റെ റീപ്രൊഡക്ഷൻ ഇവരിലൂടെയാണ് സംഭവിക്കുന്നത്. അപ്പൊ ഫീമെയിലിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, അതാണ് ഈ നമ്മൾ ഇത് കിടന്ന് പ്രഗ്നൻസി ഈ കുട്ടി ഒരു പക്ഷേ ഒരു നെക്സ്റ്റ് ജനറേഷൻ നമ്മൾ ഒരു പ്യൂബർട്ടിസ്റ്റ് ഒരു പെൺകുട്ടിനെ ട്രീറ്റ് ചെയ്തിട്ട് രക്ഷിക്കുന്നത്. അത് കാരണം നെക്സ്റ്റ് ജനറേഷൻ പക്ഷെ ഇപ്പോഴും ഞാൻ പറഞ്ഞു പ്രഗ്നൻസി ആൻഡ് ഈ മെനാർക്കി സ്റ്റേജിൽ വളരെ നല്ല മാനേജ്മെന്റ് കൊടുക്കണം. നമ്മളത് കൊടുത്തിരുന്നല്ലോ, സീതാലയം അതിന് പെൺകുട്ടികൾക്ക് ഉള്ള കെയർ ആയിരുന്നല്ലോ കൊടുത്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കത് മനസ്സിലായി, ഫെറമെറ്റും ഫെറയോഡൈഡും. എന്നിട്ട് തുടർന്നുള്ള ചികിത്സയും കൊടുക്കണം. നെക്സ്റ്റ് ജനറേഷന് നന്നാക്കണമെങ്കിൽ ഇവര് നന്നാവണ്ടേ. താങ്ക് യു. അന്നെ അടുത്ത ആള് പറയട്ടെ. അയോഡിൻ അല്ല, ഈ തൈറോയിഡിന്റെ പ്രവർത്തനം കറക്റ്റ് ആക്കുക, അതും കൂടെ ചേർന്നുള്ള മെഡിസിൻ ആണ് കൊടുത്തതെന്നാണ് ഡോക്ടർ പറയുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ സുഖപ്പെടും. ഓക്കെ. അതെ, പക്ഷെ അത് കണ്ടുപിടിക്കണം. ആ കണ്ടുപിടിക്കലാണ് പ്രശ്നം. ഈ ബ്ലീഡിങ് കുഴപ്പമില്ലാതെ ആദ്യം മെൻസസ് ആവുമ്പോൾ അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരിങ്ങനെ കുളമാക്കി അത് മര്യാദക്ക് ഡയഗ്നോസ് ചെയ്യാണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാവും. എന്ത് രോഗത്തിന് തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യണം. എന്തിലും പ്യൂബർട്ടിയിലും ചെക്ക് ചെയ്യണം, പ്രഗ്നൻസിയിലും ചെക്ക് ചെയ്യണം. അതിൽ അവിടെ ആന്റി തൈറോപൈറോസിഡേസ് ആന്റിബോഡികളൊക്കെ നോക്കണം. അതുകൊണ്ടായിരിക്കണം എന്റെ ആ കുട്ടിക്ക് ലേറ്റന്റ് ആയിട്ട് ഇത് കിട്ടിയത്. അമ്മയ്ക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി എത്ര സഫർ ചെയ്തു. 1 വയസ്സുള്ളപ്പോ 2 വയസ്സ് വരെ സഫർ ചെയ്തു. കാരണം എന്താണ്? കുഴപ്പമില്ലായിരുന്നു. തൈറോയ്ഡ് എന്നല്ല ഹിസ്റ്ററി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാനിപ്പുലേറ്റ് കുറെയൊക്കെ പറയൂല ആളുകൾ, അതാ. പക്ഷെ ഒരു തൈറോയ്ഡ് എന്ന് പറഞ്ഞാൽ ജനിക്കുന്നത് മുതൽ ഇൻട്രായൂട്രൈനിൽ മുതൽ മരിക്കുന്ന അന്ന് വരെയും ഇവര് കൂടെ എപ്പോഴെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് വേണം ട്രീറ്റ് ചെയ്യാനായിട്ട്. ആർക്കെങ്കിലും സംശയം ഇനി വേറെ ഉണ്ടോ ചോദിക്കട്ടെ? ചോദിക്ക്. കാരണം ഒരു ഡോക്ടർക്ക് തൈറോയ്ഡ് ചികിത്സിക്കാൻ പറ്റുന്നില്ലെന്ന് ഇന്നലെ പറഞ്ഞ് സൂര്യ ഡോക്ടർക്ക് അതാണ് നമ്മള് ഇന്ററാക്റ്റീവ് സെഷൻ വെച്ച്. സൂര്യ ഡോക്ടർ ഉണ്ടോ? സൂര്യ രാധാകൃഷ്ണൻ. ബാക്കി സബ്ജക്ട് തൊടാത്തത് എടുക്കാനുണ്ടായിരുന്നു. സൂര്യ രാധാകൃഷ്ണൻ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഞാൻ പറഞ്ഞ തൈറോയ്ഡ് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതല്ല, പല തൈറോയ്ഡ് കേസുകളും പല ടൈപ്പിൽ വരുന്നത് കൊണ്ട് പല ടൈപ്പിൽ. ഇപ്പൊ ഒന്നെന്ന് പറയുന്ന ഡോക്ടർ ഇപ്പൊ പറഞ്ഞത് T3 T4 TSH മാത്രം നോക്കിയാൽ പോരാ, ആന്റിബോഡിയും കൂടെ എല്ലാത്തിനും നോക്കണം എന്നാണോ പറയുന്നത്? അതായത് ഒരു ആന്റിബോഡി നേരത്തെ നോക്കണം. കാര്യം എന്താന്ന് വെച്ചാൽ ആന്റിബോഡി ഇത് സാധാരണ തൈറോയിഡ് പോലെ തന്നെയാണ് ഈ ഹഷിമോട്ടോ തൈറോയിഡിസം വന്നതേ. തൈറോയ്ഡ് ഫംഗ്ഷൻ നോർമൽ ആയവർക്കും ആന്റിബോഡീസ് കൂടുന്നത് ഉണ്ടല്ലോ ഡോക്ടറെ. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മള് ആന്റിബോഡി വന്നിട്ടാണ് തൈറോയ്ഡ് ഫംഗ്ഷൻ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങുന്നത്.
അവിടെയാണ് നമ്മൾ ഇത്രയും 3-4 ക്ലാസ്സിൽ പറഞ്ഞത്. ആന്റിബോഡി ഉണ്ടായിട്ടാണ് ഈ T3D4 TSH 5-8 മാസമോ 1 കൊല്ലോ കഴിയുമ്പോൾ ഡെവലപ്പ് ചെയ്തു വന്നത്. ഒരു കേസ് വന്ന് തൈറോയ്ഡ് ഫങ്ഷൻസ് നോർമൽ, പക്ഷെ ആന്റിബോഡി കൂടുതൽ. ഇനി ഒരു കേസ് വന്ന് തൈറോയ്ഡ് ഫങ്ഷൻ ഡിസ്റ്റർബ്ഡ്, ഹൈപ്പോതൈറോയിഡിസം, പക്ഷെ ആന്റിബോഡി നോർമൽ. അപ്പോഴോ അപ്പൊ അത് ഡോക്ടറെ അത് നോർമൽ ഹൈപ്പോതൈറോയിഡിസം ആണ്. അത് സിമ്പിൾ ഹൈപ്പോതൈറോയിഡിസം ആണ്. ആന്റിബോഡി ഇല്ല അവിടെ. പക്ഷെ ഹൈപ്പോതൈറോയിഡ് ഞാൻ പറഞ്ഞില്ലേ, അയോഡിൻ ഡെഫിഷ്യൻസി, പിന്നെ എന്തെങ്കിലുമൊക്കെ അവരുടെ ജന്മനായുള്ള പ്രശ്നങ്ങള്, അതാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഹൈപ്പോതൈറോയിഡിസം 2 തരം. ഇനി ഒരു ജസ്റ്റ് ഒന്നുകൂടെ, ഗ്രാൻഡ് മദറിന് തൈറോയ്ഡ് ഉള്ളത് കൊണ്ട് മോളുടെ കൊച്ചുമോൾക്ക് എക്ടോപിക് ഡെർമറ്റൈറ്റിസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? വന്നല്ലോ, ആ കേസാണ് ഡിസ്ക്രൈബ് ചെയ്തത്. അമ്മയ്ക്ക് തൈറോയ്ഡ് ഇല്ല, അമ്മൂമ്മയ്ക്കാണ് തൈറോയ്ഡ്. അതെ, അത് മാറുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? അതായത് എന്താണ് ഡോക്ടറെ ലാസ്റ്റ് ചോദിച്ചത്? കൊച്ചുമോൾക്ക് എക്ടോപിക് ഡെർമറ്റൈറ്റിസ് 10-13 വയസ്സായിട്ടും മാറുന്നില്ല. പക്ഷെ അമ്മയ്ക്ക് തൈറോയ്ഡ് ഇല്ല, അമ്മൂമ്മയ്ക്ക് ഫോളിക്കുലർ നിയോപ്ലാസം കാരണം തൈറോയ്ഡ് റിമൂവ്ഡ് ആണ്. നിയോപ്ലാസവും കൂടിയുണ്ട് ഡോക്ടറെ. അതാണ് ചിലപ്പോ ഡോമിനന്റ് ആൻഡ് പ്രോമിനന്റ് ആണ്. ചില തലമുറയിൽ അത് ഡോമിനന്റ് ആവും, ചിലതിൽ പ്രോമിനന്റ് ആവും. പക്ഷെ അവരുടെ ജനറ്റിക് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ സ്ക്രോഫുലസ് സിഫിലിറ്റിക് മൈസം ഒരിക്കലും പിന്നെ പോവില്ലല്ലോ തലമുറകളിലൂടെ. അവര് ഈ കൊച്ചുമോൾക്ക് നമ്മൾ തൈറോയിഡിനാണോ കൊടുക്കേണ്ടത്? ആ കുട്ടിക്ക് നമ്മൾ എക്സ്ഫോളിയേഷൻ തൈറോയിഡിന് 3x തന്നെ കൊടുക്കണം. അത് കോൺസ്റ്റിറ്റ്യൂഷൻ അതിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സിഫിലിനൊന്നും കൊടുക്കരുത്, അവിടെ അഗ്രവേറ്റ് ചെയ്യും. കാർസിനോസിൻ ആയിട്ടാണ് വരുന്നത് ഡോക്ടർ, അവളുടെ നേച്ചർ കാർസിനോസിൻ. പക്ഷെ കാർസിനോസിൻ ആണെങ്കിൽ കറക്റ്റ് ആണ് ഡോക്ടറെ മരുന്ന്. കാരണം നിയോപ്ലാസം അമ്മമ്മക്ക് ഉണ്ടായിരുന്നു, പാപ്പിലറി അഡീനോ കാർസിനോമയൊക്കെ ഉണ്ടല്ലോ, ഒരു തലമുറയിൽ വന്നു കഴിഞ്ഞാൽ അവർ ജോയിൻ ചെയ്യും. അപ്പോ കാർസിനോസിൻ കൊടുക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഒരു ഡോസ് കാർസിനോസിൻ അത് ഡോക്ടർ കൊടുത്തിട്ട് പിന്നെ തൈറോയിഡിനും 3x തന്നെ കൊടുത്താൽ മതി. കാരണം അത് ഒരേ ഏരിയയിൽ കാലിന്റെ മടക്കിലും കാലിന്റെ വിരലിലും തമ്പിന്റെ അവിടെയും ഒരേപോലെ എക്സ്പോളിയേറ്റ് ചെയ്ത് പൊക്കോണ്ടിരിക്കുക. അതെ, ഇത് കൊടുക്കും. കാർസിനോസിൻ ഒരു ഡോസ് കൊടുത്ത് ഒരാഴ്ച വെയിറ്റ് ചെയ്യും. എന്നിട്ട് സ്പോഞ്ചിയയും കൂടി കൊടുക്കണം. സ്പോഞ്ചിയ ടിഞ്ചറും തൈറോയിഡിന് 3x. ഡോക്ടർ ഞാൻ ഇപ്പൊ പറഞ്ഞ കേസും അതാണ്. അതിന്റെ അമ്മയ്ക്ക് കുഴപ്പമില്ല, അമ്മൂമ്മയ്ക്ക് കുഴപ്പം. ആ കുട്ടിക്ക് അട്രോപിക് ടീനിയം അപ്പൊ അതാണ് ഡോക്ടറെ. അതെ, നമ്മള് തലമുറകളിനെ തന്നെ ശ്രദ്ധിക്കണം, തലമുറകളിനെ ശ്രദ്ധിക്കുക. അതാണ് ഇത് സ്ക്രോഫുല എന്ന് പറഞ്ഞാൽ എന്താണ്? സിഫിലിസും ലേറ്റന്റ് സോറയും കൂടി കമ്പൈൻ ചെയ്തിരിക്കുന്ന അപൂർവമായ ഒരു ഡിസ്ട്രക്റ്റീവ് പ്രോസസ് ആണ്. സിഫിലിസ് മാത്രമാണ് ഇത്ര ദ്രോഹം ചെയ്യൂല, സോറയാണ് ഇത്ര ദ്രോഹം ചെയ്യൂല, സൈക്കോസിസ്. പക്ഷെ വെൻ ദേ കമ്പൈൻഡ് അവരൊരു ആറ്റം ബോംബാണ്, നമ്മളെ തകർത്തുകളെ. അതാണ് ഡോക്ടറെ. അടുത്തൊരു സംശയമുണ്ട്, അടുത്തൊരു ഡോക്ടറുണ്ട്, സംശയമുണ്ട്. വേണുഗോപാൽ സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം ഡോക്ടർ. അൺമ്യൂട്ട് ചെയ്ത് വേണുഗോപാൽ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാം. ഹലോ ഡോക്ടർ. ഡോക്ടറെ നമസ്കാരം. ഒരു 2 ഡൗട്ടാണ്. ഒന്ന്, ഡോക്ടറുടെ ഈ അയഡൈസ്ഡ് സാൾട്ടിനെ കുറിച്ചുള്ള അഭിപ്രായം ഒന്ന്. രണ്ടാമത്തെ, അത് സോഡിയം ഇത് തന്നെയാണല്ലോ, നോട്രം ക്ലോറൈഡ്. പിന്നെ രണ്ടാമത്തെ സംശയം, ഈ അലോപ്പതി ട്രീറ്റ്മെന്റ് കഴിഞ്ഞ പലരും അവർക്ക് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടായിരുന്നു, TSH വളരെ ഹൈ ആയിരുന്നു. അപ്പൊ അവരുടെ ഡോക്ടേഴ്സ് പറയുന്നത് ആന്റിബോഡീസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഹൈ ആയിരിക്കും. അപ്പൊ അവര് പറഞ്ഞു അത് സാരമില്ല, TSH നോർമൽ ആയിട്ടുണ്ട്, മറ്റേ തൈറോയിഡിന്റെ ആന്റിബോഡി കുറേ താമസം വരും എന്ന് പറയും. അങ്ങനെയുള്ള സ്റ്റേജിലായിരിക്കും ചില പേഷ്യൻസ് വരുന്നത്. അപ്പൊ ആന്റിബോഡീസ് വളരെ കൂടുതലായിരിക്കും, പക്ഷെ TSH നോർമൽ ആയിരിക്കും. അപ്പൊ അവർ പറയുന്നത് ഇങ്ങനെ അത് സാരമില്ല, ആന്റിബോഡി ഒരിക്കൽ കൂടിയാൽ പിന്നെ അത് കുറയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ അങ്ങനത്തെ സ്റ്റേജിലാണ് നമ്മൾ തൈറോയിഡ് കൺട്രോൾഡ് ആണ്, പക്ഷെ ആന്റിബോഡി കൂടുതലാണ്. അപ്പൊ നമ്മൾ കൺഫ്യൂസ്ഡ് ആവുമല്ലോ അവിടെ. ഇതാണ് എന്റെ സംശയം. ഡോക്ടറെ, ആന്റിബോഡി കുറയാൻ വളരെ താമസം പിടിക്കും, തൈറോയിഡ് TSH നോർമലിലോട്ട് വന്നാലും. അതുകൊണ്ട് ആന്റിബോഡി ഒരിക്കലും പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരിനെ കൺട്രോൾ ചെയ്യാൻ വളരെയധികം സമയം പിടിക്കും. ഡോക്ടേഴ്സ് പറഞ്ഞത് കറക്റ്റാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ സിസ്റ്റമാറ്റിക് ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടേയിരിക്കും. പിന്നെയും തിരിച്ച് ഈ ആന്റിബോഡി അമിതമായിട്ട് ആക്രമിക്കാണ്ടിരിക്കാൻ
നമ്മൾ അവരെ സേഫ് ആയിട്ട് നമ്മൾ അവർക്ക് അക്കോണൈറ്റും ലൈക്കോട്ടോണം ഹൈപ്പോയിലും ലൈക്കോപ്പസ് വെർ ഹൈപ്പറിലും കൊടുക്കേണ്ടി വരും. ആ കേസ് ഒരു വിധത്തിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. കാരണം ആന്റിബോഡി വന്നു കഴിഞ്ഞാൽ ആന്റിബോഡി പെട്ടെന്ന് പോവില്ല, അവരവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ പിന്നെയും ആന്റിബോഡി ആക്രമണം കുറക്കാനേ പിന്നെ നമുക്ക് പറ്റുള്ളൂ. പക്ഷെ പേഷ്യന്റിന് ഫീൽസ് ബെറ്റർ ആണ്. അതും ഡോക്ടറെ ഹൈപ്പറിൽ അങ്ങനെ തന്നെയാണ്. ഈ ഹൈപ്പർ തൈറോയിഡിസം ഭയങ്കര ഡേഞ്ചർ സാധനമാണ്. കാരണം ഈ ഡിസ്ട്രക്ഷൻ ഹൈപ്പറിൽ ഹൈപ്പോയിൽ ഡോക്ടർ ഒന്ന് പറഞ്ഞു തന്നുകൂടി. ആന്റിബോഡി ആന്റിബോഡിയാണ് കൂടുന്നത്. ഏത് ആന്റിബോഡിയാണ് കൂടുന്നത്? അല്ല, ഇത് ആന്റി തൈറോയ്ഡ് ആന്റിബോഡി കൂടിയിരിക്കും. തൈറോയിഡ് ആന്റി TPO-യും തൈറോഗ്ലോബലിനും. അതെ, TPO കൂടിയിരിക്കും. പക്ഷേ പക്ഷെ തൈറോയ്ഡ് നോർമൽ ആയിരിക്കും. ആന്റിബോഡികൾ അതെ, TSH നോർമൽ ആയിരിക്കും. TSH നോർമൽ ആയിരിക്കും. ഡോക്ടർ അത് തൈറോനോം കൊടുത്തിട്ടാണ് ഡോക്ടർ കൊണ്ടാണ് അവര്. അതെ അതെ. അപ്പൊ ഡോക്ടർ നമുക്ക് ട്രീറ്റ് ചെയ്യണം. പിന്നെ അതെ, നമ്മൾ എങ്ങനെ അസസ് ചെയ്യുമെന്നാണ് ഞാൻ ചോദിച്ചത്. TSH നോർമലാണ്, ആന്റിബോഡി കൂടുതലാണ്. തുടക്കം തന്നെ ആന്റിബോഡി കൂടുതലായിരിക്കും, എന്നിട്ട് മാത്രമേ TSH കയറാൻ തുടങ്ങുള്ളൂ. അപ്പൊ ആദ്യം TSH കുറയുള്ളൂ, എന്നിട്ടേ ആന്റിബോഡി കുറയുള്ളൂ. തുടക്കത്തിൽ തന്നെ TSH അല്ല കൂടുന്നത്. അല്ല, നമ്മുടെ അടുത്ത് വരുന്ന കേസ് ആ സ്റ്റേജിലായിരിക്കും വരുന്നത്. അലോപ്പതി ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഇപ്പൊ വരുന്നത് മറ്റേ നമ്മള് ആന്റിബോഡിയെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം അതുപോലെ ട്രീറ്റ് ചെയ്യണം. സ്പോഞ്ചിയ ടിഞ്ചർ, ടൈമസ്പോറിൻ ടിഞ്ചർ. അപ്പൊ അവര് കഴിച്ചോണ്ടിരിക്കുകയാണ്. അവര് ഈ തൈറോയിഡിനുള്ള മരുന്ന്, ഹൈപ്പോതൈറോയിഡിനുള്ള മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക, അവരുടെ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവർക്ക് ഇത് നിർത്തണം. നമ്മൾ ആന്റിബോഡി നോക്കുമ്പോൾ ഹൈ ആണ്. അപ്പൊ അവര് ഈ തൈറോയിഡിന്റെ ഗുളിക കഴിക്കുന്നതുകൊണ്ടാണ് അവർക്ക് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നതെന്ന് നമുക്ക് വിചാരിക്കാം, അല്ലെ? അപ്പൊ ആ സമയത്ത് നമ്മൾ ആ മരുന്ന് മാറ്റാട്ടോ ഡോക്ടർ. ഹൈപ്പോതൈറോയിഡിസം നമുക്ക് ആ മരുന്ന് മാറ്റാം. തൈറോനോം ഒരു സപ്ലിമെന്റ് ആണ്. T3 T4 ആണ് തൈറോനോം. അത് സിന്തറ്റിക് ആണ്. ഇവിടെ ഹൈപ്പോതൈറോയിഡിസത്തിൽ ഹോർമോൺ ഇല്ലാത്തത് കൊണ്ടാണല്ലോ തൈറോനോം കൊടുക്കുന്നത്. തൈറോനോം എന്തിനാണ് കൊടുക്കുന്നത്? ഹോർമോൺ അവിടെ ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ T4 കൊടുക്കുന്നത്. എന്നിട്ട് ബോഡിയിൽ T3 ആക്കും. നമ്മൾക്ക് അത് നിർത്തിയിട്ട് നമ്മുടെ മെഡിസിൻസ് കൊടുത്ത് ട്രീറ്റ് ചെയ്തൂടെ? തൈറോനോം നിർത്തിയിട്ട് നമ്മുടെ മെഡിസിൻ കൊടുക്കണം. തൈറോയിഡിനും 3X കൊടുക്കണം. സ്പോഞ്ചിയ, അയോഡിൻ, ഇതൊക്കെ റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് അയോഡിൻ അല്ലേ? ഗ്ലാൻഡ് ഫങ്ഷൻ ചെയ്തോളും. അതുകൊണ്ടാണ് നമ്മൾ ഈ കേസുകൾ ക്യൂറാക്കാൻ പറ്റുമെന്ന് പറയുന്നത്. അല്ല, അതേ സമയത്ത് ഈ പേഷ്യൻസ് അയഡൈസ്ഡ് സാൾട്ട് കഴിക്കുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന എല്ലാം അയഡൈസ്ഡ് സാൾട്ടാണ്. കൊടുക്കരുത്. അതാണ് ഈ 90% അയോഡിൻ പ്രശ്നങ്ങൾക്കും കാരണം. ആവശ്യമില്ലാണ്ടാണ് അയോഡിനേഷൻ. അത് ടോക്സിൻ ആണ്, അത് ശരിക്കും. പക്ഷെ ആര് പറഞ്ഞു കേൾപ്പിക്കാൻ പറ്റൂല. അല്ല, അഭിപ്രായം ചോദിക്കൂ. അത് ടോക്സിൻ ആണ്. കാരണം ബ്രോമിയത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഹൈപ്പർ അയോഡിനേഷൻ. ജോളി ഡോക്ടറെ, നമുക്ക് ഇനി ഒരാളൂടെ സംശയം ചോദിച്ചിട്ടുണ്ട്. സമയം നമുക്ക് ആൾറെഡി തന്നെ കഴിഞ്ഞിരിക്കുകയാണ്. ഡോക്ടർ ഷമീല, എളുപ്പം ചോദിച്ചോളൂ. ഒരു സെക്കൻഡ്. ഡോക്ടർ ഷമീലേക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ശരിക്കും ആയിട്ടുണ്ടായിരുന്നില്ല. ഹലോ, ഡോക്ടറെ. ഡോക്ടർ, ഈ തൈറോയിഡക്ടമി കഴിഞ്ഞ പേഷ്യൻസിന് നമുക്ക് എന്ത് ചെയ്യും? ഡോക്ടർ, ആ തൈറോയിഡക്ടമി എന്തുകൊണ്ടാണ് ചെയ്തത്? എന്താണ് റീസൺ? ഇറ്റ് ഈസ് നോഡ്യൂൾസ് ആയതുകൊണ്ടാണോ? ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടായതുകൊണ്ടാണോ? എന്താണ് കാരണം ഡോക്ടറെ? നോഡ്യൂൾസ് കൂടിയിട്ടാണോ? തൈറോയിഡ് CA ആണോ? പാപ്പിലറി അഡീനോകാർസിനോമ ആണോ? ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തോളൂ ഡോക്ടറെ. ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്യണേ. ഓക്കെ. വീണ്ടും ഒന്നുകൂടി. അല്ലല്ല, മറ്റേ സംശയം ചോദിച്ച ഡോക്ടർ മ്യൂട്ട് ആയിപ്പോയി. ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തോ. കേൾക്കുന്നു. അതെ, അത് ഒരു കേസിൽ 3 കേസുണ്ട്. ഒരു കേസില് കാർസിനോമയാണ്, വേറൊരു കേസില് ഹാഷിമോട്ടോസ് വന്നിട്ട് അവർ മാറ്റി, വേറൊന്നില് നൊഡ്യൂളാണ്. അങ്ങനെ 3 കേസ് കാർസിനോമ വന്നിട്ട് മാറ്റിയതിൽ തൈറോനോം തന്നെ സപ്ലൈ ചെയ്യേണ്ടി വരും. ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസിൽ ബാക്കി ലോബ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാം. ടോട്ടൽ തൈറോയിഡക്ടമി ആണെങ്കിൽ തൈറോനോം തന്നെ സപ്ലൈ ചെയ്യേണ്ടി വരും.
കാരണം ഉണ്ടാക്കാൻ പറ്റൂല, ഹോർമോൺ ഇല്ലല്ലോ, ഗ്ലാൻഡ് ഇല്ലല്ലോ അവിടെ. നോഡ്യൂൾസിലും ടോട്ടൽ റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാം. നോഡ്യൂൾസ് നമ്മൾക്ക് എന്തായാലും ട്രീറ്റ് ചെയ്യാം. എന്തുകൊണ്ടായാലും ടോട്ടൽ തൈറോയിഡക്ടമി ആണെങ്കിൽ നമുക്ക് പിന്നെ അതേ നിവർത്തി ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കാരണം തന്നെ കാരണം അതങ്ങനെയാണ്. അത് പിന്നെ അതുപോലെ ചിലപ്പോ ജന്മന തൈറോയ്ഡ് ഉണ്ടാവില്ല. ജന്മന തൈറോയ്ഡ് ജനസിസ് തൈറോയ്ഡ് എന്ന സാധനം ബോഡിയിൽ ഉണ്ടാവില്ല. ലൈഫ് ലോങ് T4 അഡ്മിനിസ്ട്രേഷൻ, T4 അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ജോളി ഡോക്ടറെ, ഷമീല ഡോക്ടർക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഷമീല ഡോക്ടറെ അങ്ങനെയാണ്, അത് മുഴുവൻ എടുത്തു കളഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ ഇനി അടുത്തത് ജയലളിത ഡോക്ടറെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ജോളി ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടിയും ജയലളിത ഡോക്ടറെ കൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഈ തൈറോയിഡ് പിന്നെയും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് കേട്ടാ. നമ്മുടെ ഡോക്ടർ ചോദിച്ചില്ലേ, പിന്നെയും ചർച്ച ചെയ്യേണ്ടി വരും. കാരണം ഓരോ സ്റ്റേജിൽ ഓരോ സാധനമാണ്. അടിത്തറ ഉറച്ചാൽ മാത്രമേ ഡിസ്കഷൻ നടക്കുകയുള്ളൂ. ഇനിയും ഡോക്ടർ വീണ്ടും വരുമ്പോൾ നമുക്ക് സംശയങ്ങൾ ഓരോന്നായി ദൂരീകരിക്കാം. വീണ്ടും എല്ലാവരുടെയും സംശയങ്ങൾ അടിത്തറ ഉറച്ചാൽ മാത്രമേ തൈറോയിഡിനെ എല്ലാം തരംതിരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇട്ടുകൊടുത്തത് ഹലോ ഡോക്ടറെ, എന്തായാലും സമയം കുറച്ച് വൈകി, 10:35 ഒരു നല്ലൊരു വെടിക്കെട്ട് തന്നെ കഴിഞ്ഞ് നല്ലോണം എല്ലാവരും ചർച്ച നല്ല ഒരു സെഷനായിരുന്നു. എക്സലന്റ് സെഷൻ. ഒരുവിധം സംശയങ്ങളൊക്കെ തീർത്തു. എന്നാലും സംശയങ്ങൾ ഉണ്ടാകും. ഇനിയും വീണ്ടും നല്ലൊരു ക്ലാസ് ആയിട്ട് ഇതിന്റെ ഫോളോ അപ്പ് ആയിട്ട് ജോളി ഡോക്ടർ വരുന്നുള്ള പ്രതീക്ഷയോടെ ഈ വൈകിയ വേളയിൽ ഈ ക്ലാസ് എടുത്തതിന് ഒത്തിരി നന്ദി IAPHന്റെ പേരിലും എല്ലാ ഡോക്ടേഴ്സിന്റെ പേരിലും അറിയിക്കുന്നു. പ്രത്യേകിച്ചും ശൈല ഡോക്ടർക്കും നന്ദി എന്നെ വിളിച്ചതിൽ. ഓക്കെ, താങ്ക് യു. ജയലളിത ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ജോളി ഡോക്ടറെ, ഈ ക്ലാസ് എല്ലാവർക്കും ആവശ്യവും ഇൻട്രസ്റ്റും ഉള്ളത് കൊണ്ടാണ് സംശയങ്ങൾ വരുന്നത്. ഇനിയും വരും. ഡോക്ടർ ഇനിയും ഇതിന്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഒരിക്കൽ കൂടി ഡോക്ടർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും ഒപ്പം ക്രിസ്മസ് ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. ക്രിസ്മസ് ആശംസകൾ. യേശുദേവന്റെ പിറവി നമ്മൾ സന്തോഷത്തോടുകൂടി ഈ ക്ലാസ്സോടുകൂടി നമ്മൾ തുടങ്ങുകയാണ്. ഓക്കെ, എല്ലാവർക്കും നന്ദി. സബ്ജക്ട് ഡ്രൈ ആണ്, 2-3 പ്രാവശ്യം എടുക്കേണ്ടി വരും. ഓക്കെ, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഡോക്ടർ ഇനിയും വരിക. ഓക്കെ ഓക്കെ. അയ്യോ, അത് പോയില്ല. അത് ജോളി ഡോക്ടറെ, അതൊന്ന് ടാപ്പ് ചെയ്യുമ്പം എൻഡെന്ന് കാണും, അതിലൊന്ന് വെക്കണം. ഡോക്ടറാണ് ഇപ്പൊ ഹോസ്റ്റ് ആയിരിക്കുന്നത്. ലീവിന് പകരം കണ്ടോ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തേ ആ സ്ക്രീൻ. ജോളി ഡോക്ടർ ആ എൻഡിലൊന്ന് ക്ലിക്ക് ചെയ്യണേ. ജോളി ഡോക്ടർ പോയോ? ജോളി ഡോക്ടർ ആ സ്ക്രീൻ തൊടുമ്പോ ഒരു എൻഡ് വരും. ഇപ്പം ജോളി ഡോക്ടർ ലെഫ്റ്റ്. അപ്പൊ ഞാനായി ക്ലോസ് ചെയ്യാം.